يطع الله والرسول فأولئك مع الذين أنعم الله من النبيين والصديقين والشهداء والصالحين صدق الله العلي العظيم أنا قاسم والله نيان وإياك نستعين പടച്ച റബ്ബേ, ഏത് ആൾ നിനക്ക് സഹായിക്കണമെങ്കിലും ആ എല്ലാ സഹായം നിന്റെ ഭാഗത്തിലാണ്. അതുകൊണ്ട് നിന്റെ ഒട്ടിക്ക് മാത്രമാണ് ഞങ്ങൾ സഹായം കേൾക്കട്ടെ ചൊല്ലി അർത്ഥം പണ്ടേ ആ ആയത്തിൽ പിന്നെയാണ് സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയൊരു സഹായം മനുഷ്യൻ കേൾക്കട്ടെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ തെരുളു പടച്ച റബ്ബേ നണ്ട നീ ഉറപ്പിച്ച് നിപ്പാട്ടുണ്ട്. അതിൽ ഒരു പന്തലും അതിലേക്ക് കുത്തീറ, ആ വിഷയത്തിൽ ഒരു അലുകാട്ടവും നക്ക് പറകുത്തീറ, ആ വിഷയത്തിൽ നണ്ട കാലുങ്ങ പതരിപ്പോകുത്തീറ, നേരായ തെരുളു നണ്ട നീന് ഭദ്രമായി നിപ്പാട്ടൊന്ന് പടച്ച റബ്ബേ. സാധാരണ തെരു എന്നെങ്കിൽ ഇപ്പൊ നാണ് ഈ കുതിരോലി മക്കാമുക നടന്നുകൊണ്ട് വന്ന തെറുണ്ട്. ഇത് ആറ് കാട്ടി തന്ന തെറു? ഈ തെറു ചെന്നെങ്കിൽ എന്തരെ തെറു ചെന്നെങ്കിൽ പണ്ടത്തെ ആൽമാർ നടന്നതും ഇപ്പം ആൽമാർ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയുള്ള ആൽമാർ നടക്കുക പോണ്ടതും അതാണ് തെറു. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ മുന്നിൽ നടന്നിട്ടിന്നെങ്കിലേ ആ തെരു നോകൊന്തിക്കൂ, അതിൽ നടന്നെങ്കിലേ കുതിരോലി മക്കാമുക എത്രയൊന്നിട്ടു. അല്ലാണ്ട് ഇനടുത്ത ഒരു തെരുവുമില്ലാണ്ട് മുന്നിലത്തെ ഒരു തെരുവും കാണാണ്ട് ഒരു ജാഗത്തുള്ള തെരു കണ്ടുപിടിക്കുക ഭയങ്കരമായ പ്രയാസമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം ചൊല്ലത് അതൊരു വിശാലമായ തെരുവാണ്. ആ തെരു നിർദ്ദിഷ്ട ദിക്കുക പോയിട്ട് ഗുരിക്ക് പോയിട്ട് എത്തനുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ മുന്നിലത്തെ ആൽമാർ നടന്നത് ഞങ്ങൾ നോക്കാനായിട്ട് പണ്ട് അങ്ങ് നടന്ന തെരു ഏത് ചെന്നിട്ടു സ്പഷ്ടമായിട്ട് നമ്മൾ ഗൊന്തിന്നെങ്കിലേ ആ തെരുൾ നടന്നിട്ട് നാം രക്ഷപ്പെടുക തീരും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ സ്വർഗത്തുക്ക് പോണ്ട തെരു ചൊല്ലുമ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ തെരു, ഒരു ക്രോസും അതിൽ ഒരു ജഞ്ചാട്ടമാ എന്തെങ്കിലും അലുകാട്ടങ്ങാമ ഇല്ല, നേരായ തെരുവാൻ. ആ തെരുക്കു നീന് നന്റെ ആക്കിത്തരണു അല്ലാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉള്ള ഈ തെരു ഇതിൽ നീ നന്റെ ഭദ്രമായി സ്ഥിരപ്പെടുത്തി തരണു അല്ലാ. ഈ അസ്സിറാത്തുൽ മുസ്തഖീം പരിശുദ്ധമായ ഖുർആൻ ചൊന്നിട്ട് മുണ്ട തെച്ചില്ല. അതിരെ സ്പഷ്ടമായ തെരു ഖുർആൻ ഇനൊരു ഭാഗത്തിൽ പഠിപ്പാട്ടി തന്നു. ഖുർആൻക്ക് ഒരു സ്വഭാവമുണ്ട്. എന്തിരണ്ട് ചൊന്നെങ്കിൽ ഒരു ഭാഗത്തിൽ ചില വിഷയങ്ങൾ ഷോർട്ട് ആയിട്ട് ചൊല്ലും. അതാണ് ഇപ്പൊ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ തെരുളു പടച്ച റബ്ബേ നണ്ട നീന് ഭദ്രമായി നീ പാട്ടണ് ചൊന്നിട്ട് ദുആ അത് നടത്തിയിൽ പിന്നെ ആ അസ്സിറാത്തുൽ മുസ്തഖീം ഏത് ചൊന്നിട്ട് വ്യക്തമായിട്ട് അവിടെ ഫാത്തിഹയിൽ ചൊന്നുകൊണ്ടില്ല. അപ്പൊ അതൊരു വ്യക്തമായിട്ട് ചൊല്ലൊരു ഭാഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, അതരെ ഇന്നൊരു സൂറത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു തആല ആ സിറാത്തിനെ കറക്റ്റായിട്ട് പഠിപ്പാട്ടി തണ്ട. സൂറത്തുൽ ഫാത്തിഹത്തിൽ അതൊരു സൂചന തണ്ട. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, പടച്ച റബ്ബേ നന്റെ ഒരു തെരുൽ നീ ഭദ്രമായി നിപ്പാട്ടണു. ആ തെരുവാണെങ്കിലോ ആ ക്രോസ് തെരുവല്ല, ശരിയായ തെരുവാണ്. ആ തെരുൽ നീ നന്റെ നിപ്പാട്ടിത്തരണു അല്ലാ, ഭദ്രമായി നിപ്പാട്ടിത്തരണു. മുഅ്മിനീങ്ങളെ, ആ തെരുൽ നിണ്ടെങ്കിലേ ഞങ്ങളെ ഏറ്റവും വലിയ സ്വത്തില്ലേ ഈമാൻ ചൊല്ല സ്വത്ത്. ആ സ്വത്ത് അതേ ആർക്കും ലൂട്ടിയടിക്കാത്തത് പോലെ ആരും കക്കാത്തത് പോലെ ഭദ്രമായി കാക്കു സാധിക്കൂ. ഞങ്ങൾ ആ ഉത്തര പർത്ത് ജാലിൽ വെച്ച് സൈക്കിൾ കട്ട് പോണ്ടത് ഒരു കാലത്ത് പ്രശ്നമായിട്ടിന്നെങ്കിലും ഒരു നിലക്ക് പ്രശ്നമായിട്ടിന്നെങ്കിലും നണ്ടൗത്തര ഷെഡിൽ വെച്ച കാറ് കട്ട് പോണ്ടത് ഒരു നിലക്ക് പ്രശ്നമായിട്ടിന്നെങ്കിലും ചില ആൽമാർ ഞങ്ങൾ ഔത്തുല് നോണ്ടിട്ടു അതേ ഗോഡ്രേജും മുടച്ചിട്ട് ഏറ്റവും മൗല്യമുള്ള ബംഗാറും സ്വത്തുങ്ങം കട്ടോ പോണ്ടത് അതും വലിയ മാനസിക വിഷമങ്ങം ടെൻഷനങ്ങ ഉണ്ടാക്കിടെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ ടെൻഷനാക്കിയത് കൊണ്ട് കാര്യമില്ല. അത് റാണ്ടി വലിയൊരു ടെൻഷനാക്കാനായ കാര്യമാണ്. ചിലപ്പോൾ കാറ് കട്ടത് പിടിക്കുക തീരൂ, സൈക്കിൾ കട്ടതിരെ പിടിക്കുക തീരൂ, ബംഗാറ് കട്ടോണ്ട് പോയതിരെ പിടിക്കുക തീരൂ. ഒരു വേള പിടിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ അതിനെ മേലിൽ സബറെടുത്തെങ്കിൽ കൂലിയും കിട്ടൂ. ആഖിറത്തിലെങ്കിലും അതിന്റെ പേരിൽ നമുക്ക് അല്ലാഹു തആല സവാബങ്ങ തരുക. അതേ വേള
ഞങ്ങളെ മനസ്സുക നൂണ്ടിട്ടു അല്ലാഹു തആല അവിടെ നിക്ഷേപിച്ച് വെച്ചൊരു അമൂല്യമായ സ്വത്തുണ്ട് മുഅ്മിനീങ്ങളെ. ആ സ്വത്തുടെ പേരാണ് അൽ ഈമാനു ബില്ലാഹ് വൽ ഈമാനു ബിർറസൂൽ. അല്ലാഹുവിടെ കൊണ്ടുള്ള ഈമാൻ, അല്ലാഹുവിടെ റസൂലിനെ കൊണ്ടുള്ള ഈമാൻ. ഒരു വേള ഈ സ്വത്ത് ഒരാൾ കട്ടോണ്ട് പോയി തീണ്ട് കണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ഈ ലോകത്തിൽ അതിരത്ര വലിയൊരു നഷ്ടം ഒരു മനുഷ്യകും പറകില്ല. ഇന്ത്യത്തെ ഏറ്റവും വലിയ ടോപ്പ് ലിസ്റ്റുള്ള റിച്ചസ്റ്റ് മാനാണ് അദാനിയ അല്ലെങ്കിൽ അംബാനിയ. ചിലപ്പോൾ ഞങ്ങളെ സകല സമ്പത്തും ലൂട്ടിയടിച്ചെങ്കിലും ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഈമാനുണ്ടല്ലേ, ആ ഈമാന്റെ ബല ആ സമ്പത്ത് ഇല്ല. കാരണം എത്ര കോടി കൊടുത്തെങ്കിലും, ഏത് ദുനിയാവ് കൊടുത്തെങ്കിലും, ഏത് ഭൂമി കൊടുത്തെങ്കിലും, അതേ മുഅ്മിനീങ്ങളെ, ഈമാന്റെ അത്ര ബലം പണ്ടൊരു സാധനമില്ല. എന്തേ കാരണം? ഈ ലോകം ഒരു വേള കൊടുത്താണ്ട് ബാരിക്കാം, ചിലപ്പോൾ ഞങ്ങളെ 10 ഏക്കർ പോയി തീണ്ട് ബാരിക്കാം, അതിന് പകരം നാളെ ആഖിറത്തിൽ കിട്ടു. പക്ഷേ ഈമാൻ ഒരു വേള നഷ്ടപ്പെട്ട് തീണ്ട് കണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ ഒന്നും കിട്ടുക പോണ്ടില്ല, ഒരു സെന്റ് ജാഗം പോലും കിട്ടുക പോണ്ടില്ല. ബുടറു ഏറ്റവും അതേ കാലങ്ങളായി വർഷങ്ങളായി മനുഷ്യകുബേനായ റെഡിയാക്കി വെച്ച നാറില്ലേ, ജഹന്നം ചൊല്ല നാറ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കത്ര ജാഗമല്ലേ അത്. എത്ര 1000 കിലോമീറ്റർ അപ്പുറം ഏത് സാധനം കടന്നു പോണ്ടെങ്കിലും കത്തിക്കരിഞ്ഞു പോണ്ട ഒരു ജാഗമാണത് ജഹന്നം. ആ ജഹന്നമിലാണ് ആ മനുഷ്യരുടെ ശിക്ഷിക്കടെ, ആ ജഹന്നമിലാണ് മനുഷ്യരുടെ താമസം. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് സകല സുഖം അനുഭവിച്ചിട്ട് പോയ ഒരു മനുഷ്യരുടെ മുന്നലു ജഹന്നമിടെ തീ കാട്ടിക്കൊടുത്തെങ്കിൽ, അവണ്ടൊട്ടിക ദുനിയാവിൽ എന്തെങ്കിലും സുഖനി അനുഭവിച്ചിരേണ്ടി കേട്ടെങ്കിൽ ആ മനുഷ്യൻ ചെന്നു പോവാ. നിന്റെ ജീവിതത്തിൽ 1 മിനിറ്റ് പോലും സുഖം അനുഭവിച്ചവനല്ല നാന്. അതേ ടൈമില് വല്ലാത്ത രോഗവും, വല്ലാത്ത ദാരിദ്ര്യവും, വല്ലാത്ത സങ്കടവും, വല്ലാത്ത ടെൻഷനുമായി ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യ നാളെ ആഖിറത്തിൽ എത്തിപ്പെട്ടപ്പാ അവന് ഒരു സ്വർഗം കാട്ടിക്കൊടുത്തേണ്ട് കണ്ടെങ്കിൽ അവന്റെ മുന്നിലൊരു ചോദ്യം വരൂ, നീന് ദുനിയാവലു എന്തെങ്കിലും സങ്കടം അനുഭവിച്ചിരേ മോനെ? ആ മനുഷ്യൻ, ഈ സ്വർഗം കണ്ട മനുഷ്യൻ ചെന്നു പോവാ, നിന്റെ ജീവിതത്തിൽ 1 മിനിറ്റ് പോലും സങ്കടം അനുഭവിച്ചവനല്ല നാൻ. കാരണം എന്തേ? നരകത്തെ ഭയാനകത കണ്ടൊരു മനുഷ്യൻ അവന്റെ ദുനിയാവിടെ സകല സുഖം മറന്നു പോവാ. സ്വർഗത്തെ സുഖം കണ്ട മനുഷ്യൻ ദുനിയാവിടെ സകല കഷ്ടങ്ങൾ മറന്നു പോവാ. ഇതാണ് ആഖിറത്തെ വിഷയം. മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ രക്ഷപ്പെടണ ഞങ്ങ നേരായ തെരുളിനുണ്ടെങ്കിലേ, ഞങ്ങളെ ഈമാൻ രക്ഷപ്പെട്ടെങ്കിലേ അതൊക്കെ സാധിക്കുമെന്ന് പഠിപ്പാട്ടി തന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. ആ തെരു ആരെ തെരുവാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. പടച്ച റബ്ബേ, നീ അനുഗ്രഹിച്ചങ്ങളെ തെരു, നീ നിഅമത്താക്കിയങ്ങളെ തെരു. ആരാണ് പടച്ച റബ്ബുടെ അനുഗ്രഹത്തിന് പാത്രമായ ആൽമാർ? അതിലെ പരിശുദ്ധമായ ഖുർആൻ ഇനൊരു സൂറത്തിൽ ഞങ്ങൾ പഠിപ്പാടി തണ്ടാരാണത്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുടെ അനുസരിക്കട ആൽമാർ, അല്ലാഹുടെ റസൂലിന്റെ അനുസരിക്കട ആൽമാർ. അങ്ങ് 6 കൊന്തുണ്ട ഫൗലായിക ആൽമാർ മഅല്ലദീന അൻഅമല്ലാഹ്. അല്ലാഹ് അനുഗ്രഹിച്ചങ്ങളെ കൂട്ടത്തിൽ അങ്ങ് പെട്ടുപോവാർ. അല്ലാഹ് അനുഗ്രഹിച്ച കൂട്ടർ ആരാണ്? ഖുർആൻ സ്പഷ്ടമായ ഭാഷയിൽ പഠിപ്പാടിത്തണ്ട്. മിനൻ നബിയ്യീൻ, 1 നബിമാരാണ്. വസ്സിദ്ദീഖീൻ, 2 സിദ്ദീഖീങ്ങളാണ്. വശുഹദാ, 2 പടച്ച റബ്ബുടെ മാർഗത്തിൽ ഹോറാട്ടാക്കി രക്തസാക്ഷിയായി മരണപ്പെട്ടു പോയ മഹാന്മാരാണ്. 1 വസ്സാലിഹീൻ,
ഈ ദുനിയാവില് ജീവിക്കുമ്പോ ദുനിയാവിടെ ആഗ്രഹിക്കാണ്ട് പടച്ച റബ്ബുടെ പേടിച്ച് ജീവിച്ച് നല്ലങ്ങളായ ആൽമാരാ. അപ്പൊ അള്ളാഹുടെ അനുഗ്രഹം കിട്ടിയ ആൽമാർ 4 കാറ്റഗറിയാണ് അള്ളാഹു പടിപ്പാട്ടി തന്റെ. 1 നബിമാരാണ്, 2 സിദ്ദീഖീങ്ങാണ്, 2 ശുഹദ ആണ്, 2 സ്വാലിഹീങ്ങാണ്. പോയ തെർലുണങ്ങാൻ ഇക്കിടാണ്ട് കണ്ടെങ്കിൽ ഉറപ്പാണ് ഖുർആൻ ചെന്ന അസ്റാത്തുൽ മുസ്തഖീമിൽ ഉള്ള അതിൽ 1ാമത്തെ കാറ്റഗറിയാണ് നബിമാർ. മുഅ്മിനീങ്ങളെ, ഈ ദച്ച കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ അവസാനത്തെ നബി? ആ നബിയുടെ കണ്ടങ്ങ ഉള്ളാറാ, ജീവിതത്തിൽ കണ്ടങ്ങ ഉള്ളാറാ, അതുക്കുള്ള അർഹത പോലും നോകിന്ത മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹി ഫാത്തായി 1400 വർഷത്തിൽ പിന്നല്ലേ ഞങ്ങ ജനിക്കടേ. എങ്കിൽ ആ നബിയുടെ ഞങ്ങളെ മുന്നിൽ തങ്ങ കണ്ടാറായില്ല, അതിലെ മുന്നിൽ തങ്ങം കണ്ടാറായില്ല. ഈ ലോകത്ത് നബിതങ്ങളെ ശരിക്കും കണ്ടങ്ങാരാണ്? ആരാണ് നബിതങ്ങളെ ശരിക്കും കണ്ടങ്ങ? അതുക്ക് ഈ ലോകത്തിലുള്ള സകല മുസ്ലിമീങ്ങും ചൊല്ല ഉത്തരമുണ്ട്. ആ കാലത്തിലുള്ള സ്വഹാബത്താൻ. ആ സ്വഹാബത്ത് നബിതങ്ങളെ മനസ്സിലാക്കിയാറ് മുഅ്മിനീങ്ങളെ. ആ നബിതങ്ങളെ മനസ്സിലാക്കി അങ്ങ് പടിപ്പാട്ടി തന്നാറ്. അതല്ലേ ഞങ്ങൾക്കും വിശ്വസിക്കുക തീരൂ, അല്ലാത്തൊരു വിശ്വാസം ഞങ്ങൾക്ക് തീരുവാ. നാന് കേക്കട്ട, ഇന്നലെ ഒരാള് ബാംഗ്ലൂരിൽ വന്ന ആള് 10 വർഷം ബാംഗ്ലൂരിൽ ഇന്നയാള് സുബ്ഹാനല്ലാഹ്, അയാൾ ഇന്നൊരു പെർമനന്റ് ജാഗമുണ്ട്. ആ ജാഗവുമായി ബന്ധപ്പെട്ട സകല വിവരവും അയാളെ കയ്യിലുണ്ടു. അയാള് വന്നിട്ട് ഞങ്ങളിട്ടേക്ക് ചൊല്ലു, നാനുള്ള ജാഗത്തിൽ ആ ഭാഗത്തിലാണ് ഈ മോളുള്ളേ, അവിടെയാണ് എയർപോർട്ടുള്ളേ, ഈ ജാഗത്തിലാണ് പള്ളിയുള്ളേ, ആ ജാഗത്തിലാണ് മീൻ്റെ മാർക്കറ്റുള്ളേ. ഇതിലാരെങ്കിലും നിഷേധിക്കുവാറാ മുഅ്മിനീങ്ങളെ? സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ആ മനുഷ്യരുടെ അപ്പമേ അക്സെപ്റ്റ് ആക്കുക അവൻ ചെന്നതാണ് ശരി. കാരണം 10 വർഷം ആ റായത്തിൽ നയിച്ചവനാണ്, ജീവിച്ചവനാണ്. അവന്റെ ഞങ്ങൾ അപ്പമേ വിശ്വസിച്ചില്ലേ മുഅ്മിനീങ്ങളെ? ഇത് ദുനിയാവിടെ കാര്യമാണ്. എങ്കിൽ സുബ്ഹാനല്ലാഹ്, നബിതങ്ങളെ കൂടെ ശക്തമായി 23 വർഷം, 20 വർഷം, 15 വർഷം, 10 വർഷം, 5 വർഷം നിന്റെ സ്വഹാബത്ത് നബിതങ്ങളെ ಬಗ್ಗೆ പടിപാടി തണ്ടാറ്. അതാണ് നബിതങ്ങളെ ബഗ്ഗിയുള്ള വിശ്വാസം, ഞങ്ങളെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഇന്നെങ്കിലേ നമുക്ക് രക്ഷ കിട്ടു. കാരണം എന്തേ? അങ്ങ് രക്ഷ കിട്ടി അങ്ങ് ചൊന്ന് പടിപ്പാട്ടി തന്ന ഖുർആൻ, അത് വിശ്വസിക്കുക നമുക്ക് നിർബന്ധമാണ് മുഅ്മിനീങ്ങളെ. അത് വിശ്വസിച്ചെങ്കിലേ ഞങ്ങളെ മുഅ്മിനിട്ട് അല്ലാഹു തആല എൽദുവാതിൽ ഞങ്ങളെ വിളിക്കുവാ. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്? നബി തങ്ങളെ വകയുള്ള സ്വഹാബത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു, സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ ഒരു നാള് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഔത്തുക പണ്ടി ചെറിയൊരു റെസ്റ്റ് എടുക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. നബി തങ്ങൾ അവിടെ വന്നിങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോ, കിടക്കുമ്പോ, സുബ്ഹാന ജല്ല ജലാലുഹു, നബി തങ്ങളെ അതേ തടിയിൽ വേർപ്പിങ്ങനെ പൊട്ടി 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 പോയോണ്ടുണ്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചെറിയ കുപ്പി മുന്നലേ റെഡിയാക്കി വെച്ചതുണ്ടു. ആ കുപ്പിക്ക് നബി തങ്ങളെ വേർപ്പിങ്ങനെ സംഗ്രഹിച്ചിട്ടിട്ടോണ്ടുണ്ട് മുഅ്മിനീങ്ങളെ. നബി തങ്ങൾക്ക് ഇടയ്ക്കിങ്ങനെ സർത്തായി പോയിട്ട് നബി തങ്ങൾ എഞ്ചിട്ട് കേട്ട്, തുമ്മു സലമ മാ തഫ്അലീൻ, എന്തരെയാണ് നീനാക്കിയോണ്ടുള്ളേ നബിയേ? തങ്ങളെ വിയർപ്പില്ലേ നബിയേ? ഞങ്ങളെ മദീനത്തിലും മക്കത്തിലും കിട്ടിയ പെർഫ്യൂം ഇടാണ്ടി മനമുള്ള പെർഫ്യൂമാണ് നബിയേ. ഞങ്ങളെ മാർക്കറ്റിൽ വിക്കട സുഗന്ധദ്രവ്യമില്ലേ? ആ സുഗന്ധദ്രവ്യത്തെ ബോട്ടിൽ നബി തങ്ങളെ വേർപ്പും മിക്സാക്കിയിട്ടാണ് നബിയെ ഞങ്ങത് വിത്തോണ്ടുള്ളേ. മുഅ്മിനീങ്ങളെ,
സ്വഹാബത്തിലെ വിശ്വാസമാണ്. ഇതിലെ നബിതങ്ങൾ അനാചാരാണ്ട് അവിടെ പടിപ്പാട്ടി കൊടുത്തു. പടിപ്പാട്ടന്റെ അനാചാരണ്ടെങ്കിൽ പടിപ്പാട്ടന്റെ എന്തേ കാരണ നബിതങ്ങൾ ഈ ലോകത്ത് എല്ലാം പടിപ്പാട്ടൊക്കെ വന്ന ആളല്ലേ. എല്ലാം വിരോധിക്കുനായതിരെ വിരോധിക്കും, നേരെ നേറും ചൊല്ലുക വന്ന ആളല്ലേ മുഅ്മിനീങ്ങളെ. നബിതങ്ങൾ അതേ ഉമ്മു സലമാ ബീവിട്ട ചൊന്നില്ല, ഇത് അനാചാരം ചൊന്നിട്ടു. ബദലേ നബിതങ്ങൾ എന്തരെയാണ് ചൊന്നേ? അസബ്തിയ ഉമ്മ സലമാ, നീനാക്കിയോണ്ടുള്ള പണി ശരിയാ. ആരാണ് ഉദ്ധരിക്കണ റിപ്പോർട്ട്? സുബ്ഹാനല്ലാഹ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. ഈ സംഭവം ചൊന്നുകൊണ്ടുള്ള സ്വഹാബത്ത് നബിതങ്ങളെ വേർപ്പിൽ ബറക്കത്ത് കണ്ടാർ. സുബ്ഹാന ജല്ല ജലാലുഹു. എന്തുക ചൊല്ലണു? ഒരു പള്ളിക പോയി ഉളുവെടുക്കുമ്പോ നബിതങ്ങൾ ഇങ്ങനെ ബാഹ്യമായി ഉളുവെടുക്കുന്നുണ്ട് കണ്ടെങ്കിൽ സ്വഹാബത്ത് കാനൂ യഖ്തതിലൂന ലിവദൂഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ കൈടൊന്ന് ഇത്തിക്കിട്ട് തന്നിങ്ങയില്ലേ, ആ തന്നിക്ക് ഗലാട്ടാക്കിട്ട് സ്വഹാബത്തങ്ങ ഒരു ദിമ്പിടിയും ആക്കിയോണ്ടിന്നാർ. ആ തന്നിയൊന്നെടുത്തിട്ട് കുടിക്കും, ആ തന്നിയൊന്നെടുത്തിട്ട് മേലുക പൊറട്ട കാണത്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ തുപ്പുമ്പമാ സ്വഹാബത്തിലെ കൈറടിയാ. സ്വഹാബത്തിലെ ജീവിതമാണ്. ഈ സംഭവം ഇമാം ബുഖാരിയും റിപ്പോർട്ടാക്കിയില്ലേ മുഅ്മിനീങ്ങളെ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും റിപ്പോർട്ടാക്കിയില്ലേ? ഒരു യുദ്ധം കഴിഞ്ഞു വന്നപ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലു സ്വഹാബത്ത് വന്നിട്ട് അവലാതി ചെന്നില്ല നബിയേ, തന്നിയില്ല നബിയേ, ഉദൂവെടുക്കുക തന്നിയില്ല നബിയേ, ജനാബത്ത് കുളിക്കുള്ള തന്നിയില്ല നബിയേ, ഞങ്ങളെ തടിൽ പലതും മാലിന്യങ്ങായിട്ട് നബിയേ, സുന്നത്തായ കുളിക്കുള്ള തന്നിയില്ല നബിയേ, ഒരു സൗകര്യമൊന്നും ആക്കിത്തരമാ. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ ലോകത്ത് സ്വഹാബത്ത് അനുഭവിച്ച വലിയ മോചിതത്തിൽ വന്നല്ലേ ചെറിയ തന്നിയുള്ള ചൊമ്പു കമ്പറുകു ചൊന്തു. ആ ചൊമ്പുല് കൊറിയ തന്നിയും വീത്തിട്ട് സ്വഹാബത്ത് നബിതങ്ങളെ മുന്നിലൊന്നുക്കമത് വെച്ചില്ലേ. നബിതങ്ങൾ അവിടത്തെ കൈയൊന്ന് മുക്കി കൊടുത്തില്ലേ. ആ കൈയുടെ വിരലിന്റെ മധ്യഭാഗത്തിൽ വല്ലാത്ത തന്നിങ്ങ പൊട്ടി 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 വന്നില്ലേ. ഈ 100 കണക്കിലുള്ള സ്വഹാബത്തുങ്ങ ആ തന്നി കുടിച്ചില്ലേ, സ്വഹാബത്തുങ്ങ കുളിച്ചില്ലേ, ഉദു എടുത്തില്ലേ. ആ തന്നിയുടെ ബഗ്യല്ലേ മഹാന്മാർ ചൊന്നെ വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിൻ നബിയിൽ മുത്തബഅ. ഈ ലോകത്ത് തന്നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തന്നിയേത്? സംസം പിന്നെയാണ്. അതേ മുഅ്മിനീങ്ങളെ, ലോകത്ത് ശ്രേഷ്ഠമായ തന്നിങ്ങ ചൊന്നിട്ട് പരിചയപ്പെടുത്തരെ. എല്ലാ തന്നിങ്ങും ഈ തന്നിൽ പിന്നെയാണ് മുഅ്മിനീങ്ങളെ. ലോകത്തെ ഏറ്റവും ടോപ്പ് തന്നിയേതാണ്? നബിതങ്ങളെ മോചിതത്തിലൂടെ 2 ബരലിൽ വന്ന തന്നിയാണ്. ആ നബിതങ്ങളെയാണ് ഇണ്ട് സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ആൽമാർ ആ നബിതങ്ങളെ അനുഗ്രഹവും ആ നബിതങ്ങളെ ബറക്കത്തും ആശിച്ചിട്ട് മദീനത്തേക്ക് എത്തിപ്പെട്ടുകൊണ്ടുള്ളേ. മദീനത്തേക്ക് പലരും എത്തിപ്പെട്ടാറും എല്ലാരും നബിതങ്ങളെ റഹ്മത്താണ് ആശിച്ചേ, എല്ലാരും നബിതങ്ങളെ ബറക്കത്താണ് ആശിച്ചേ. ആ ബറക്കത്തും ആശിച്ചു പോണ്ടതിരയല്ലേ പലരും ചെന്ന് കടും ശിർക്കാണ്. നബിതങ്ങളെ മുന്നൊരു കാരുണ്യം തേടി പോണ്ടത്, നബിതങ്ങളെ ബറക്കത്ത് തേടി പോണ്ടത് കടും ശിർക്കാണ് ചെന്ന് പ്രചരിപ്പിച്ച വിഭാഗമില്ലേ. അല്ലാഹു അങ്ങളെ ശർറ തൊട്ട് കാക്കട്ടെ. സ്വഹാബത്തിലെ ഈമാൻ അതല്ല മുഅ്മിനീങ്ങളെ, അങ്ങളെ ഈമാൻ നബിതങ്ങളെ പേർപ്പുൽ പോലും ബറക്കത്ത് കണ്ടാറ്, നബിതങ്ങളെ ഉളൂടെ തന്നിൽ പോലും ബറക്കത്ത് കണ്ടാറ്, നബിതങ്ങളെ റോമത്തിൽ പോലും ബറക്കത്ത് കണ്ടാറ്. നബിതങ്ങളെ തലയുടെ മുടി ഇങ്ങനെ പഠിച്ചു കൊടുത്തപ്പാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തുങ്ങ ഓരോ മുടിക്ക് ബേന എതിർ വന്ന്
വന്ന് എടുത്തു വെച്ചാറ്. സ്വഹാബത്തിൽ പലരും വസിയത്താക്കിയാറ്, ഞങ്ങളെ ഒന്ന് മരമാടുമ്പോ, ഞങ്ങളെ ഒന്ന് കഫനാക്കുമ്പോ, ഞങ്ങളെ ഒന്ന് ദഫനാക്കുമ്പോ നബിതങ്ങളെ മുടിയൊന്നു ഞങ്ങളെ തടിൽ ഒന്ന് വെച്ച് തരൂ. സ്വഹാബത്തിന്റെ വിശ്വാസമാണ് മുഅ്മിനീങ്ങളെ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ടുണ്ടു. പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങളെ ಬಗ್ಗೆ പടിപാടിത്തന്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊരു റസൂല് വന്നത്, ആ റസൂല് മലായിക്കത്തല്ല, ആ റസൂല് ജിന്നല്ല, മനുഷ്യനിൽപ്പെട്ട ആളാണ്. അയാളെ സ്വഭാവമാ സാധാരണ മനുഷ്യന്മാരെ സ്വഭാവമല്ല. അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് ടെൻഷനാ അവിടെ പലതുമില്ലേ മുഅ്മിനീങ്ങളെ? നബി തങ്ങൾക്കു നിങ്ങളാണ്ടിയാറെ ടെൻഷനാണ് ആ വിഷയത്തിൽ. കുതിരോളിലൊരു മുഅ്മിനിക്ക് കടവുമായി ബന്ധപ്പെട്ട സങ്കടമുണ്ട്. സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട പ്രയാസമുണ്ട്, രോഗവുമായി ബന്ധപ്പെട്ട പ്രയാസമുണ്ട്. നീ അനുഭവിക്കട പ്രയാസത്താണ്ടിയാറ. ഈ ലോകത്തൊരു പ്രയാസം അനുഭവിച്ചുകൊണ്ടുള്ളൊരു നബിയുണ്ട് നിന്റെ പേരിൽ. ആ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അനുഭവിക്കട കഷ്ടങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു ഞങ്ങളാണ്ടി ആരെ ടെൻഷൻ ഉണ്ടാക്കുട്ടാണ്. അസീസുൻ അലൈഹി മാ അനിത്തും. ആ നബിയുടെ വകയാണ് പരിശുദ്ധമായ ഖുർആൻ മോത്തുകളുടെ അതെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബിയായ ഒരാള് മുഅ്മിനീങ്ങു അങ്ങളെ തഡ്രാണ്ടിയാറെ ബന്ധപ്പെട്ട ആളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ടാണ് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പടിപാട്ടി തന്നത്, ഒരു സ്വലാത്ത് നബി തങ്ങളെ മേൽ ഇങ്ങനെ ചൊല്ലുമ്പോ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, സയ്യിദിന് കൂട്ടിച്ചൊല്ലുകയാണ് സുന്നത്ത്. സുബ്ഹാന ജല്ല ജല. എന്തേ സയ്യിദിന്റെ അർത്ഥം? ഏത് സങ്കടകാലത്തും ഏത് പ്രയാസത്തെ ടൈമിലും മൂമിൻക്ക് ഇടപെടുന്ന ആളുണ്ടാണ്. മൂമിന്റെ വിഷയത്തിൽ ഇടപെടുന്ന ആ വിഷയത്തിൽ ഒരു തീരുമാനം തന്റെ പരിഹാരം തന്റെ നേതാവുണ്ടാണ് അതിലർത്ഥം. അത് കേവലം സ്വഹാബത്തിന്റെ കാലത്തിൽ മാത്രമല്ല. ഖുർആൻ ആ കലാം യൗമുൽ ഖിയാമത്തോലിക്കിടതാണ്. യൗമുൽ ഖിയാമത്തോലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുകി പവറുണ്ട് മുഅ്മിനീങ്ങളെ. പിന്നെ മരണത്തോടു കൂടെ തീന്തു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ അത് പിന്നെ ലിമിറ്റ് വെക്കലായിട്ട്. അള്ളാഹുടെ ഖുദ്റത്ത്, അള്ളാഹുടെ റഹ്മത്ത്, അയക്ക് ലിമിറ്റ് വെക്കുക ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ലിമിറ്റഡ് ബുദ്ധിരാൽ മാറിക്കിടാറ്. അങ്ങ് ലിമിറ്റഡ് ബസ്സിലെ പത്ര, ലിമിറ്റഡ് സ്റ്റോപ്പിലെ അങ്ങനല്ല. പരിശുദ്ധമായ ഇസ്ലാം അൺലിമിറ്റഡ് ആണ്. മരിച്ചെങ്കിലും ഹയാത്തിൽ നിന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നില്ലേ, നന്റെ ഹയാത്ത് അത് നിങ്ങൾ ഖൈറാൻ, നാനിന് മരണപ്പെട്ടെങ്കിൽ അതും നിങ്ങൾ ഖൈറാൻ. ഈ ഖൈറ് മുറിഞ്ഞു പോകില്ല. നബിതങ്ങളെ കൊണ്ടുള്ള ഖൈറ് യൗമുൽ ഖിയാമത്തോലും മുറിഞ്ഞു പോകില്ല. അത് ജീവിതകാലത്തിലും ആ ഖൈറ് കിട്ടൂ, മരണപ്പെട്ടൽ പിന്നെയും ആ ഖൈറങ്ങ് കിട്ടൂ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ആ ഖുർആനാണ് നമ്മൾ പടിപ്പാട്ടി തന്റെ ഹരീസുൻ അലൈക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട് കണ്ടെങ്കിൽ നബി തങ്ങൾക്ക് ഭയങ്കരമായ ഇഷ്ടമാണ്. ഞങ്ങളെ സ്വഭാവം അങ്ങനെമ്മ, ഞങ്ങൾ ഒരാൾ പാവത്തോണ് കുതിരോളിൽ ഉള്ളാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും സഹായിക്കട അല്ലെ. പാവപ്പെട്ടോണ് ചെന്നിട്ട് റമദാനിൽ കിട്ടൽ ഞങ്ങൾ കൊടുക്കട. ആ പാവത്തോണ് പിറ്റാന്ത വർഷം ജണ്ട് തട്ട അവകെട്ടിയാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും മോരിലും തെച്ചിട്ട് പിന്നെ അവൻ്റെ എണ്ണ തുടങ്ങണം. അവനിക്ക് ഓട്ടുള്ള പൈസയെ അവനിക്ക് ഓട്ടർ പൈസ വന്ന് ജണ്ട് തട്ട് കഴിഞ്ഞ പോലെ ഞങ്ങളല്ല കിട്ടുകൊടുത്ത റമദാനിലോണക്കും ഈ കുറി ജണ്ട് തട്ട് കെട്ടിയിട്ടുള്ള ഒരു മുസ്ലിമുടെ അഭിവൃദ്ധിയിൽ ഏകദേശ ആൽമാർ അസൂയപ്പെട്ട ആൽമാരാണ്. അതേ ടൈമിൽ കഷ്ടത്തിൽ നിന്നെങ്കിലും അവൻ്റെ സഹായിക്കിടാർ, അനക്കമ്പം കാട്ടുറാറ്, ബേജാറ് കാട്ടുറാറ് എല്ലാം ആക്കിടാർ. അവന് ഒരു വേള എന്തെങ്കിലും സുധാരണ ആയാണ്ട് കണ്ടെങ്കിൽ തുടങ്ങി തൗണ്ട ಬಗ್ಗೆ പിന്നെ കമന്റ് എവിടുള്ള അതിന് അന്വേഷണം തുടങ്ങി. ഒരു വേള എവിടെങ്കിലും ഒരു ക്ലൂ കിട്ടിത്തിന് പാരിക്കുക, അത് പിന്നെ കേക്കട വേണ്ട. ആ അവൻ്റെ CBI-യും അവൻ്റെ CDI-യും എല്ലാം അവൻ്റെ റായത്തങ്ങമേ. പോലീസുമാരെന്താ തനിക്കെടുക്കൊണ്ടെന്തില്ല, എല്ലാം ഇങ്ങമേ CBI-യും CDI-യും ഇങ്ങമേ അവിടാറ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അതേ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുഅ്മിന് അഭിവൃദ്ധി ഉണ്ടാവുമ്പോൾ ആ അഭിവൃദ്ധിയിൽ വല്ലാതെ സന്തോഷിക്കൊണ്ടാണ്. മറുനാൾ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഒണ്ടലാണിങ്ങനെ യാത്ര പോയോണ്ടുള്ളേ
അപ്പുണ്ടൊരു സ്വഹാബത്തിലെ ഒണ്ടെ ഭാരി ബാക്കിലുണ്ട്, ഭാരി സ്ലോയിലുണ്ട്. സ്വഹാബത്തും ബാക്കിയുള്ള നബിതങ്ങളും ബാക്കിയുള്ള സ്വഹാബത്തുങ്ങളെല്ലാം ഇങ്ങനെ പോയി എതിരെതിരിങ്ങനെ എത്തിക്കൊണ്ടുള്ള നബിതങ്ങൾ ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ വല്ലാണ്ട് ബാക്കിലുണ്ട്. എല്ലാവരും 1 കിലോമീറ്റർ എതിരെത്തിട്ടിക്കും, 1 കിലോമീറ്റർ ബാക്കിൽ. ഭാരി സ്ലോ ആണ് അയാളെ ഒണ്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒണ്ടെ സ്ലോ ആക്കി തിണ്ടാണ് ഇരിഞ്ഞിട്ട്. എന്നിട്ട് അയാൾ ബണ്ട തോല് കാത്തിട്ട് എന്നിട്ട് അയാളുടെ കേട്ടിട്ട് എന്തേ നിങ്ങളെ ഒണ്ടെ ഭാരി സ്ലോ? അപ്പോ അയാൾ ചെന്തു നബിയെ നണ്ട ഒണ്ടക്ക് ഭയങ്കര വയസ്സായി പോയിട്ട്, നല്ല വയസ്സായിട്ട് നടക്കുക തീരില്ല, അതുകൊണ്ടാണ് നണ്ട ഒണ്ട ഭാരി സ്ലോ നടന്നുകൊണ്ടുള്ളേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പവിത്രമായ കൈ കൊണ്ട് ഒരു തട്ടൽ, 2 തട്ടൽ അതിന് മേലേക്ക് ഇങ്ങനെ തട്ടിട്ടാവുമ്പോ പിന്നെ എല്ലാ ഒണ്ടടാണ്ടി മുന്നൊരു ഈ ഒണ്ടയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടിട്ട് വല്ലാതെ സന്തോഷിച്ചു പോയി തിണ്ടാണ്. ഒരുത്തര ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാവുമ്പോൾ ചിലപ്പോൾ അവനക്ക് സ്വറായി കൊടുത്തിട്ടായിട്ടിക്കോണം ഇമ്പ്രൂവ്മെന്റ് ആയിടെ, ಅದರ പേരിൽ അവൻ ഇപ്പുറം സഹായിക്കണോ ചൊല്ലൊരു ബോധം നോക്കി കൂത്തിയറ. അള്ളാഹുഗുബേനായിട്ട് ഒരാളെ സഹായിക്കണോ, അള്ളാഹുഗുബേനായി ഒരാൾ ഇമ്പ്രൂവ്മെന്റ് അവിടെ കണ്ടിട്ട് സന്തോഷിക്കണം. ಅದರ പേരിൽ നാണവണക്ക് അങ്ങനെ ആക്കി കൊടുത്തില്ലേ, നാണവൺ ഇങ്ങനെയൊക്കെ എടുത്തില്ലേ എന്നിട്ടു അവൻ്റെ മാനസിക ആക്കിക്കൊണ്ടിരിക്കുന്ന സ്വരം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തൊരു കൂത്തിയറ. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്, നമുക്കിട്ട കൂലിങ് ഇല്ലാണ്ടായി പോവും. സുബ്ഹാനല്ലാഹ്. പിന്നെയാണ് ഖുർആൻ ചൊല്ലേ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സ്വന്തം പാർട്ടിയുടെ ആൽമാരില്ലേ മുഅ്മിനീങ്ങ, ആ മുഅ്മിനീങ്ങളുടെ നബി തങ്ങൾക്ക് എപ്പോഴും റഅഫത്താണ്. ആ മുഅ്മിനീങ്ങളുടെ നബി തങ്ങൾക്ക് എപ്പോഴും കാരുണ്യമാണ്. അതുകൊണ്ട് മദീനത്തെ മണ്ണ് കാരുണ്യത്തെ മണ്ണാണ്. അവിടെ പോയോങ്കു വല്ലാത്തൊരു സന്തോഷമാണ്, അവിടെ പോയോങ്കു വല്ലാത്തൊരു സമാധാനമാണ്, അവിടെ പോയങ്ങളെ ടെൻഷൻ എത്ര തീന്ന് കിട്ടതാണ്, അവിടെ പോയോങ്കു എത്ര ദുഃഖമാണ് തീന്ന് കിട്ടേ. അവിടെ ഒരു സ്വലാത്തും സലാമും ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സൊന്ന് പൊട്ടി പണ്ടില്ലേ മുഅ്മിനീങ്ങളെ. മദീനത്തെ മണ്ണുകൊള്ളത്ര കാരുണ്യം, മദീനത്തെ മണ്ണുകൊള്ളത്ര സമാധാനം, മദീനത്തെ മണ്ണുകൊള്ളത്ര ആനന്ദം ലോകത്തിൽ ഏത് മണ്ണുകാനുള്ളേ. പടച്ചറബേ ഞങ്ങളെ കുറെ പാഠം ആ മദീനത്തെ മണ്ണുകനീയത്ത് പാട്ടിത്തരണു അല്ലാ. പല മഹാന്മാരും ദുആർന്നു പോയില്ലേ, കൊതിച്ചു പോയില്ലേ, അങ്ങെല്ലാരും പാടിപ്പോയില്ലേ. ഒമതാഉ കഹീലു മിൻ സറാക ജഫൂനി. നബിയെ തങ്ങൾ കിടക്കിടെ മണ്ണില്ലേ, ആ മണ്ണിടയൊന്നു എൻ്റെ കണ്ണുക സുർമയായിട്ടെ ടൈം എപ്പോഴാണ് നബിയേ. മദീനത്തെ മണ്ണ് ആഗ്രഹിച്ച സ്വാലിഹീങ്ങെത്തര, മദീനത്തെ മണ്ണുക കാൽ വെക്കുമ്പോ ബോധം കെട്ട സ്വാലിഹീങ്ങെത്തര, മദീനത്തെ മണ്ണിൽ പോയി നബിതങ്ങളെ നേരിട്ട് കണ്ട മഹാന്മാരെത്തര. എല്ലാരും മദീ ബർക്കത്തെടുക്കുക പോനോണ്ടില്ല, മദീനത്തിൽ റഹ്മത്ത് കിട്ടുകൊണ്ട് ചെന്നു പോയെങ്കിൽ അത് കടും ശിർക്കാണ് ചെന്ന് നടക്കട ആൽമാർ. പടച്ചറബേ വല്ലാത്ത അധപതനമാണ്, വല്ലാത്തൊരവസ്ഥയാണ്. അല്ലാഹു തആല ഞങ്ങളെ കാക്കട്ടെ. ആ നബി തങ്ങളെ ബഗ്ഗയല്ലേ മദീനത്തിൽ പോയെങ്കിൽ എന്ത് കാര്യം എന്നിട്ട് ചില ആൽമാർ കേട്ടെ. ജമാഅത്തെ ഇസ്ലാമി ചൊല്ല ആൽമാരില്ലേ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗ ചൊന്ന് ഏറ്റവും കടുത്ത നാറിയ പലക്കമല്ലേ നബിതങ്ങൾ മരിച്ച് മണ്ണിലല്ലേ. എങ്കിൽ ആ മണ്ണിൽ ആ തടി ചേരലോട് കൂടെ നബിതങ്ങളെ തടി മണ്ണിൽ മണ്ണായി പോയിട്. അല്ലാ, എന്തൊരു പലക്കമാണ് മുഅ്മിനീങ്ങളെ. നബിതങ്ങളെ തടി അതേ മണ്ണിൽ മണ്ണായി പോയിട്, ജീർണിച്ചു പോയിട്, നുരുമ്പിപ്പോയിട്. മുഅ്മിനീങ്ങളെ, നബിതങ്ങളെ തടിയുടെ ഭഗ്യങ്ങളെ ചൊന്നിട്ട് എന്തൊരു ലാഭമാണ് കിട്ടകുള്ളേ. എന്നിട്ടങ്ങ പിന്നെയും പ്രയോഗാക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടി ഒരു വേള ദുനിയാവിൽ ബാക്കി വെച്ചിത്തേണ്ട് കണ്ടെങ്കിൽ സാധാരണ തടിക്ക് പണ്ടതുപോലെ ഒരു നാരലും ഒരു സ്മെല്ലും ആ തടിക്കും ഉണ്ടാവന്ത്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്തൊരു ആവശ്യമാണ് മുഅ്മിനീങ്ങൾ ഇത് ചൊല്ലകുള്ളേ.
അതേ ടൈമില് നബിതങ്ങളെ ಬಗ್ಗೆ സ്വഹാബത്ത് ഇന്ന വിശ്വാസം എന്തിരെ, നബിതങ്ങൾ പടിപാടി കൊടുത്ത വിശ്വാസം എന്തിരെ, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി. ഏത് മുസ്ലിമും ഏത് ജാഗത്തെയും സലാമു ചൊല്ലുമ്പോ, ആ സലാമു ചൊല്ല് നേരാവുമ്പോ പടച്ച റബ്ബു നന്റെ റൂഹനക്ക് മടക്കി തരുവാ. ഹത്താ റുദ്ദ അലൈഹിസ്സലാം, സലാമു ചെന്നവനു തിരിച്ച് സലാം നാണ് ചൊല്ലുവേ. ഇമാം അബൂ ദാവൂദാണ് ഉദ്ധരിക്കുന്ന ഹദീസ്. സ്വഹാബത്തിന് മുന്നിൽ ഇത് ചെന്നിട്ടാവുമ്പോ സ്വഹാബത്ത് അത്ഭുതത്തോടെ നബി തങ്ങളോട്ട് കേട്ടു പോയാറ്, നബിയെ എങ്ങനെയാണ് തങ്ങു സലാം ചൊല്ലുകു സാധിക്കടേ, എങ്ങനെയാണ് സലാം ചൊല്ലുകു സാധിക്കടേ? നബിയുടെ തടി അണ്ട് മണ്ണിൽ മണ്ണായി പോയിട്ടിക്കില്ല നബിയേ. കാരണം സ്വഹാബത്ത് ഏതും മുച്ചുമറയില്ലാണ്ട് നബി തങ്ങളുടെ കേട്ടുകൊണ്ടിരുന്നൊരു ടീമാണ്. കാരണം നബിതങ്ങളല്ലേ എത്രമാ കാലമായി ഇസ്ലാമിടെ അവിടെ സ്ഥാപിച്ചുകൊണ്ടുള്ളേ, എത്രമാ കാലമായി ഒരു വിശ്വാസവും ഇല്ലാത്ത ആൽമാരമൊന്നൊരു പരിശുദ്ധമായ ഇസ്ലാമിടെ പടിപ്പാട്ടി കൊടുത്തോണ്ടുള്ളേ. അപ്പൊ സ്വഹാബത്ത് കേട്ടാറ്, നബിയെ തങ്ങളെ തടി മണ്ണിൽ മണ്ണായി പോയിട്ടിക്കില്ല നബിയെ, തങ്ങളെങ്ങനെ തിരിച്ച് സലാമു ചൊല്ലേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ മുന്നിട്ട് ചൊല്ലെ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അംബിയായുടെ തടിക്ക് അല്ലാഹു തആല ഈ ഭൂമിയുടെ ഹറാമാക്കിടാ. ഈ ഭൂമി അംബിയായുടെ തടിയുടെ തിന്നുക ഈ ഭൂമിക്ക് ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. അംബിയ എന്തിക്ക്? ഔലിയാക്കന്മാരെ തടി, സ്വാലിഹീങ്ങളെ തടി, അങ്ങളെ തടി മണ്ണിൽ മണ്ണായി പോവല മുഅ്മിനീങ്ങളെ. നിങ്ങൾ നോക്കൂ, ഇതൊരു ബുദ്ധിക്ക് യോജിക്കാത്ത വിഷയം നിങ്ങൾ ചൊല്ലണ്ട. സാധാരണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കടെ പ്ലാസ്റ്റിക്കിങ്ങ, സാധാരണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കടെ ഗ്ലാസ് പീസിങ്ങ, ഇതിലൊന്നും നിങ്ങൾ ഭൂമിയുടെ പൂത്തി വെക്കോറു. എത്രമാ വർഷം കഴിഞ്ഞിട്ട്, 50 വർഷം കഴിഞ്ഞിട്ടൊന്ന് തോണ്ടി നോക്കോറു, ആ പ്ലാസ്റ്റിക് ഒന്നും സംഭവിച്ചിട്ടില്ല, ആ ഗ്ലാസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് നിർജീവ വസ്തു കാണും മുഅ്മിനീങ്ങളെ. അതേ ടൈമിൽ പടച്ച റബ്ബുടെ വല്ലാണ്ട് പിർസം വെച്ച് അള്ളാഹുടെ വല്ലാണ്ട് പേടിച്ച് ജീവിച്ച മനുഷ്യന്മാർ അങ്ങളെ മനസ്സിങ്ങ ഗ്ലാസ് പോലെയായിട്, അങ്ങളെ തടിങ്ങ ഗ്ലാസ് പോലെയായിട്, അങ്ങളെ ഉൽഘവും പുറത്തും ഒരുപോലെയാണ്. അള്ളാഹുടെ മുന്നൊരു അങ്ങ് ഏറ്റവും സംശുദ്ധന്മാരാണ്. അതുകൊണ്ട് എക്കാലത്തും അങ്ങളെ തടി ഒന്നും സംഭവിക്കല. ഈ അടുത്ത കാലത്ത് എത്ര സ്വഹാബത്തിന്റെ ഖബറാണ് അവിടെ ഇങ്ങനെ ഓരോ മക്ബറ ഇങ്ങനെ അതിരെ റിനോവേഷൻ ആക്കുമ്പോ കിട്ടിയോണ്ടുള്ളേ, പച്ചയായിട്ടാണ് കിട്ടിയോണ്ടുള്ളേ. എന്തൊക്കെ ചൊല്ലണു? ഈ അടുത്ത് ഹുബ്ബള്ളിയില് സുബ്ഹാനല്ലാഹ് ഒരറിയപ്പെട്ട വലിയുടെ മക്കാം റോഡ് കുബേനായിട്ട് എല്ലിട്ടാവുമ്പോ ആ വലിയുടെ എത്രമാ 100 വർഷങ്ങളെ മുന്നൊരു മരണപ്പെട്ടു പോയ ആ വലിയുടെ മക്ബറത്തെ അവിടെ എടുത്തിട്ടാവുമ്പോ എല്ലിട്ടാവുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, എന്തൊരു മനമാണ്, എന്തൊരു സുഗന്ധം. എന്നിട്ടോ സുബ്ഹാന ജല്ല ജലാലുഹു ആ വലിയുടെ തടിക്ക് ഒന്നും ആവാണ്ട്, ആ അണ്ടിട്ട കഫൻ എങ്ങനെ ഉണ്ടാ, ആ കഫനുക പോലും ഒന്നും ആവാണ്ട് അങ്ങനെ സുബ്ഹാനല്ലാഹ് പുറത്തെടുത്തിട്ട് ഇനറുമോത്തങ്ങ എന്താക്കിയാറ്, ദഫനാക്കിയാറ്. അതൊരു സിയാറത്താക്കിയര. അതിനെ കണ്ട എത്ര ആയിരക്കണക്കിന് ആൽമാർ ആ റായത്തിലുള്ള ഇങ്ങനെ എത്ര ഘടനങ്ങാണ് മുഅ്മിനീങ്ങളെ നമ്മ ചൊല്ലകുള്ളേ. അല്ലാഹു തആല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് മുന്നിൽ ചെന്നു. അല്ലാഹു തആല സ്വാലിഹീങ്ങളെ തടിങ്ങ, അംബിയായുടെ തടിങ്ങ അത് ഈ ഭൂമിക്ക് ഹറാമാക്കിട തിന്നുകുത്തിറ ഈ ഭൂമി. മുഅ്മിനീങ്ങളെ, അപ്പൊ നബിമാരെ ಬಗ್ಗೆ പഠിക്കാനുണ്ട് കണ്ടെങ്കിൽ, സ്വാലിഹീങ്ങളെ ಬಗ್ಗೆ മനസ്സിലാക്കാനുണ്ട് കണ്ടെങ്കിൽ, അങ്ങളെ വിശ്വാസങ്ങൾ കറക്റ്റാവാനുണ്ട് കണ്ടെങ്കിൽ അതിക്ക് ഒന്നാമത്തെ മാർഗമാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാർ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ടൈമാവുമ്പോ സ്വഹാബത്ത് വിളിച്ചിട്ട് ചെന്നില്ലേ, നന്റെ മരമാടനായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്ബറത്തെ മുട്ടാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നാണ് മരിച്ചേണ്ട് കണ്ടെങ്കിൽ നന്റെ ജനാസത്തെ നബി തങ്ങളെ ബായിലെ മുട്ട വെക്കണം, എന്നിട്ടൊരു പെർമിഷൻ കേൾക്കണം. ആ പെർമിഷൻ കേട്ടിട്ട് മൈ നന്റെ അതിരുൽഗം അടക്കുകയും ഒരു വേള പെർമിഷൻ കിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങ നന്റെ ജന്നത്തുൽ ബഖീൽ അടക്കെങ്കിൽ മൈ. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. സ്വഹാബത്ത് കുളിപ്പാട്ടിയാറ്, കഫനാക്കിയാറ്, ദഫനാക്കുകു ബേനായി നബി തങ്ങളെ ആ പവിത്രമായ ഖബറിന്റെ മുന്നിൽ പോയാറ്.
ബായിളുടെ മുന്നിൽ ആ ജനാസം വെച്ചാറ്. എന്നിട്ട് നബി തങ്ങളൊട്ട പെർമിഷൻ കേട്ടാറ്, നബിയേ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ ജനാസയാണ്, നിങ്ങളെ മുട്ടം അടുക്കണോണ്ട് കണ്ടെങ്കിൽ നിങ്ങളൊട്ടിക്കൊരു പെർമിഷൻ കേൾക്കുകയാള് ചെന്നറൂ. അപ്പമേ മദീനത്തെ ഖബറുടെ ഭാഗത്തൊരു സൗണ്ട് കേട്ട് വന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. നബിതങ്ങളെ സ്വന്തം തടിടാണ്ടി, സ്വന്തം കുടുംബത്താണ്ടി, അതേ സ്വന്തം അവവും സമ്പത്ത് റാണ്ടി വല്ലാണ്ട് സ്നേഹിച്ച് ആ പ്രേമിയില്ലേ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ, അതേ അയാളെ അപ്പുറം സ്നേഹിച്ച നബിതങ്ങളെ മുട്ട നിങ്ങൾക്കടത്തറൂ. ഖബറുടെ ഭാഗത്തെ സൗണ്ടാണ് മുഅ്മിനീങ്ങളെ. അതേ സ്വാലിഹീങ്ങായ സർവ്വ സ്വാലിഹീങ്ങും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വങ്ങ മനസ്സിലാക്കിയാറ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലെ, സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽ നമ്പർ 1 ആയിട്ടുള്ള ആള് മനസ്സിലാക്കിത്ത് പെർമിഷൻ കിട്ടു ചൊല്ലെ വിശ്വാസം ആ മഹാനികിന്ത്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള സ്വഹാബത്തിലൊട്ടി ഇങ്ങനെ ഒരു വസിയത്താക്കിയേ. അങ്ങനെയാണ് അബൂബക്കറിന് സിദ്ദീഖിന്റെ ഖബർ എന്റെ നബിതങ്ങളെ ഖബറുടെ മുട്ടമുള്ളേ. മുഅ്മിനീങ്ങളെ, അങ്ങനെ നബിതങ്ങളെ മനസ്സിലാക്കണോണ്ട് കണ്ടെങ്കിൽ, സ്വാലിഹീങ്ങളെ മനസ്സിലാക്കണോണ്ട് കണ്ടെങ്കിൽ, ആ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട ആൽമാരില്ലേ അങ്ങനെട്ടിക്കൊന്നറിയണം. മുഅ്മിനീങ്ങളെ, ഇവിടെ കിടക്കിടെ മഹാനില്ലേ, ഈ മഹാന്റെ ഭാഗ്യം അറിയണോണ്ട് കണ്ടെങ്കിൽ അയാളെ കാലക്കാര അല്ലെങ്കിൽ കാലക്കാരത്തെ പിന്നെ ആൽമാറാ അങ്ങവുമായി ബന്ധപ്പെട്ടെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട വിവരണം കിട്ടൂ, അയാളെ മഹത്വങ്ങ മനസ്സിലാവൂ. ഇത് ലോകത്ത് ഏത് ബുദ്ധിയുള്ള ആളുകളും തെരിടതല്ലേ മുഅ്മിനീങ്ങളെ. അപ്പൊ ഒന്നാമത്തെ മാർഗമാണ് പരിശുദ്ധമായ ഖുർആൻ, അസ്സിറാത്തുൽ മുസ്തഖീം. നേരത്തെ നബിമാരെയാണ് മനസ്സിലാക്കുവാനായത്. അതിൽ അവസാനത്തെ നബി എങ്ങനെ ചെന്നിട്ടു അയാളെ വകയുള്ള ഈമാന്റെ ഭാഗ്യ അതേ സ്വഹാബത്ത് ഞങ്ങൾ പഠിപ്പാടി തന്ന ആറ് ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ട് സ്വഹാബത്ത് നടന്ന തെരുലാണ് ഞങ്ങൾ ഉള്ളേ. ആ സ്വഹാബത്ത് ഏത് തെരുലാണുള്ളേ? നബി തങ്ങൾ നടന്ന തെരുലാണ്. അപ്പോൾ ഞങ്ങളെ തെരുഭദ്രമാൻ മരിക്കടത്തോൽ അല്ലാഹു തആല ഈ ഭദ്രമായ തെരുൾ ഞങ്ങളെ ഉറച്ചു തരട്ടെ. ഞങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. രണ്ടാമത്തെ അടയാളമായി ഖുർആൻ പഠിപ്പാടി തന്നത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചങ്ങളെ തെരുലാണ് അല്ലാഹ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ അർസത്തുക്ക് പാത്രമായ ആൽമാരെ തെരുലല്ല. നിന്റെ പിരിസം കിട്ടിയ ആൽമാരെ തെരുലുണ്ടാണ് അതിനർത്ഥം. നിന്റെ അർസം കിട്ടിയ ആൽമാരല്ല, പിരിസം കിട്ടിയ ആൽമാരാരാണ്? മുഅ്മിനീങ്ങളെ. ഖുർആനിനൊരു ഭാഗത്തിൽ പഠിപ്പാടി തന്ന് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ റളിയല്ലാഹു. മുഹാജിരീങ്ങാണ് അൻസ്വാരിങ്ങാണ് മുഅ്മിനീങ്ങളെ. മുഹാജിരീങ്ങ ചൊന്നെങ്കിലാറ് സ്വന്തം പ്രായം പൊട്ടിട്ടു അതേ മദീനത്തുകും ഹബശത്തുക്ക് ഹിജ്റ പോയ മഹാന്മാരാണ്. അൻസ്വാരിങ്ങ ആരാണ്? മദീനത്തുക്ക് കുറെ പ്രായം പൊട്ടു വന്ന സ്വഹാബത്തിനെ സ്വീകരിച്ച് സഹായിച്ച മഹാന്മാരാണ്. അങ്ങളെ ബകയാണ് ഖുർആൻ ചൊന്നുകൊണ്ടുള്ള റളിയല്ലാഹു അൻഹും. അങ്ങളെ ഭാഗ്യ പടച്ച റബ്ബുക്ക് വലിയ സംതൃപ്തിയാണ്. വറദു അൻഹും, സുബ്ഹാനല്ലാഹ്, അല്ലാഹുടെ ഭാഗ്യയും ആകും സംതൃപ്തിയാണ്. പരസ്പരം അപ്പുറം ഇപ്പുറം അങ്ങ് പരസ്പരം തൃപ്തിപ്പെട്ടാർ. എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് അങ്ങളെ ഭാഗ്യ ഒരു സംതൃപ്തി വന്നേ? അങ്ങളെ ചന്തം കണ്ടത് കൊണ്ടാ? അല്ല അല്ല, ആ കൂട്ടത്തിൽ ചന്തയില്ലാത്ത എത്രമാ സ്വഹാബത്തിന്നാറ് അങ്ങളെ പൈസം കണ്ടത് കൊണ്ടാ? ഒരിക്കലുമല്ല. അബൂ ഹുറൈറയുടെ പോലോത്തെ, ബിലാൽ ഇബ്നു റബാഹയുടെ പോലോത്തെ വല്ലാത്ത ദരിദ്രന്മാർ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇന്നാർ.
മുഅ്മിനീങ്ങളെ, ചന്തത്തെ പേരിലല്ല, തറവാടിന്റെ പേരിലല്ല, സമ്പത്തിന്റെ പേരിലല്ല, മുതലിന്റെ പേരിലല്ല, പിന്നെ എന്ത് കാണാൻ അല്ലാഹു ഞങ്ങളെ ഇഷ്ടപ്പെട്ടേ? ഒരേ ഒരു കാരണമാണ്, പടച്ച റബ്ബടങ്ങ വിശ്വസിച്ചാർ, അല്ലാഹുടെ റസൂലിനെയും വിശ്വസിച്ചാർ. ഈ ഈമാനില്ലേ മുഅ്മിനീങ്ങളെ, ഈമാൻ ഉൾക്കൊള്ളനായതുപോലെ ഉൾക്കൊണ്ടാർ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുടെ സുബ്ഹാനല്ലാഹ് അതേ ശിക്ഷിക്കുമ്പോ എങ്ങനെയാണ് ശിക്ഷിക്കടേ? അതേ നട്ടുച്ച നേരത്ത് മറുഭൂമിയുടെ മേലില് നല്ല ചുഡ്രപ്പയ്യയുടെ മേല് ആ ബിലാൽ ഇബ്നു റബാഹുടെ കാല് മേലിൽ കിടത്തിട്ട് ആ ബിലാൽ ഇബ്നു റബാഹുടെ നെഞ്ഞിയുടെ മേലൊരു കല്ലും വെച്ചിട്ട് ബിലാൽ ഇബ്നു റബാഹ് അടിക്കുക തുടങ്ങിയാർ. ഈ അടിക്കുമ്പോ, ഈ ചൂട് തട്ടുമ്പോ, ബണ്ടക്കല്ലുടെ ഭാരങ്ങ പൊറുക്കുമ്പോ ബിലാൽ ഇബ്നു റബാഹുടെ ബായിൽ വന്നോണ്ടുള്ളൊരു പലക്കമുണ്ട്. അഹദ് അഹദ് അല്ലാ, നീ ഒരുവനാണ് അല്ലാ, നിന്റെ കൂടെ ആരാധിക്കപ്പെടുകോ ഇനൊരാളുമില്ല അല്ലാ. ബിലാൽ ഇബ്നു റബാഹുടെ പലപ്പോഴും നബിതങ്ങൾ ഇങ്ങനെ റോഡിൽ പാസ്സാവുമ്പോ കണ്ട് ബേജാറാക്കലുണ്ട്. ആ ബിലാൽ ഇബ്നു റബാഹുടെ സുബ്ഹാനല്ലാഹ് ശത്രുക്കളെ കൈകളിൽ നിന്ന് മോചിപ്പിച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതാണ് പിന്നീട് കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന് ആതഖ സയ്യിദനാ ഞങ്ങളെ നേതാവായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളെ ഇനൊരു നേതാവായിട്ടുള്ള ബിലാൽ ഇബ്നു റബാഹുടെ മോചിപ്പിച്ചിട്ട്. മുഅ്മിനീങ്ങളെ, വല്ലാത്ത പ്രയാസപ്പെട്ടിട്ട് ഈമാൻ സ്വീകരിച്ച സ്വഹാബത്ത് സുഹൈബ് റൂമി എത്ര വലിയ മഹാനാണ്. മക്കത്തിൽ അതുപോലെ സമ്പത്തുള്ള ഒരാളില്ല, അതുപോലെ എക്കരകട്ടല തോട്ടമുള്ള ആളില്ല. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്ക വിട്ടിട്ട് മദീനത്തുക്ക് പോകു ഭർത്തായിട്ട്. എന്ത് കാണ്? നന്റെ നേതാവില്ലാത്ത മക്കത്തിൽ നാണില്ല, നാണ് മദീനത്തുക്ക് പോണ്ട. നന്റെ കൂട്ടുകാരായ മുഅ്മിനീങ്ങ സ്വഹാബത്തുങ്ങ ഇല്ലാത്ത മക്കത്തിൽ നാണിക്കുക റെഡിയല്ല. മക്കത്തെ മദീനത്തുക്ക് യാത്ര പോകുമ്പോ എടൽ വെച്ചിട്ട് മുശ്രിക്കീങ്ങ തടഞ്ഞാറ്. സുഹൈബേ, ഏതോ ഒരു പറായത്തെ വന്ന് നീനും ഞങ്ങളുടെ റായത്തിൽ മാർക്കറ്റിംഗും ആക്കിയിട്ട് ബിസിനസ്സും ആക്കിയിട്ട് നല്ല ഏക്കരകട്ടല തോട്ടവും ഖരീദിയാക്കിയിട്ട് നല്ല സമ്പത്തും ശേഖരിച്ചിട്ട് നീനിപ്പോ മദീനത്തുക്ക് പോണ്ടമാ, നീന് ബൽഞ്ഞിര ഞങ്ങളെ കൊണ്ടാണ് നിന്റെ മദീനത്തുക്ക് പോകുന്ന വിടില്ല. സുഹൈബ് റൂമി തടഞ്ഞു വെച്ച ശത്രുക്കളെ മുഖവും നോക്കിയിട്ട് ചൊന്ന പലക്കാണ്, ഓ ശത്രുക്കളെ, നന്റെ സമ്പത്താണോ നിങ്ങൾക്ക് വേണായത്? മുശ്രിക്കീൻ ഒന്ന് തല ആട്ടി കൊടുത്തപ്പാ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു സകല സമ്പത്തുകം മുശ്രിക്കീങ്ങളെ പേരിൽ എഴുതിയിട്ട് ഒരു തുനിയും ഒരു കുപ്പായവുമായി മദീനത്തിലെത്തിയ മഹാനാൻ. ആ മഹാന്റെ കുറിച്ചല്ലേ നബിതങ്ങൾ മദീനത്തിലെത്തിയപ്പോൾ സ്വാഗതമാക്കിയിട്ട് ചെന്ന് ലൗലം യഖ്ശല്ലാഹ ലൗലം യഖ്ശല്ലാഹ ലം യഅസിഹി. സുഹൈബാറ് കൊന്തുണ്ടാ നിങ്ങകൂ, സുഹൈബാറ് കൊന്തുണ്ടാ നിങ്ങകൂ. പടച്ച റബ്ബുടെ പേടി അയാളെ ഖൽബിൽ ഇന്നില്ലെങ്കിൽ പോലും അയാളെ ജീവിതത്തിൽ ഒരു നിമിഷവും പോലും പടച്ച റബ്ബുക്ക് എതിർ പ്രവർത്തിക്കല. കാരണം പേടിച്ചിട്ട് തപ്പാക്കാണ്ടിക്കട ആളല്ല. പിന്നെന്ത് കാരണത്തിലാണ് തപ്പാക്കാണ്ടിക്കടെ? അയാളെ മനസ്സിൽ പടച്ച റബ്ബുടെ മഹബത്ത് വന്നു പോയിട്ട്, അള്ളാഹുടെ ഇഷ്ടം വന്നു പോയിട്ട്. മുഅ്മിനീങ്ങളെ, ഞാൻ ഇഷ്ടം വെക്കിടൊരു പെണ്ണ്, ഞാൻ ഇഷ്ടം വെക്കിടൊരു ആണ്. സുബ്ഹാനല്ലാഹ്, ഈ ഇഷ്ടം വെക്കിട ആളുകെതിരായ ഒരു പ്രവർത്തനം കണ്ടുകൊണ്ടുണ്ടാവാ ലോകത്ത് വിഷയം ഇങ്ങനെ ആയി തീണ്ടു കണ്ടെങ്കിൽ
നന്റെ എല്ലാ ഓരോ ഗണ്ടയും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ മൈക്രോ സെക്കൻഡും നക്ക് ആരോഗ്യം തന്റെ റബ്ബ്, നക്ക് ശക്തി തന്റെ റബ്ബ്, നക്ക് ഖുവ്വത്ത് തന്റെ റബ്ബ്, നക്ക് ആഹാരം തന്റെ റബ്ബ്, നക്ക് ആയുഷ്യം തന്റെ റബ്ബ്, നക്ക് നല്ല മക്കങ്ങ തന്നെ റബ്ബ്, നക്ക് നല്ല അവങ്ങ തന്നെ റബ്ബ്, നക്ക് ജീവിക്കുള്ള സൗകര്യം തന്നെ റബ്ബ്. ഈ റബ്ബുടന്ന് ഓർക്കുമ്പോ ഓട്ടോമാറ്റിക്കായി ഔലിയാക്കന്മാർക്ക് ഒരു വിഷയം വന്നു പോയിട്ട്, ഏതാണത്? മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുടെ വകയുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഒരാളെ മനസ്സ് കടന്നു തീണ്ട് കണ്ടെങ്കിൽ പിന്നെ അയാളെ ജീവിതത്തിൽ ദോഷങ്ങൾ വരല്ല മുഅ്മിനീങ്ങളെ. അതുപോലെയായി തീന മഹാനാണ് സുഹൈബുർ റൂമി. ആ സ്വഹാബത്തിനെ ബഗ്ഗയാണ് ഖുർആൻ ചൊന്നോണ്ടുള്ള അതേ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ റളിയല്ലാഹു അൻഹും വറളൂ അൻ. ആ സ്വഹാബത്തിനെ പോലെ ഞങ്ങൾ ഖിയാമെന്നാലു തോലും ഞങ്ങളെ ആയസ് തീർന്ന തോലും ഞങ്ങൾ പ്രവർത്തിച്ചെങ്കിലും ഞങ്ങൾ കൊടുക്കൂടെ 100 കോടിയും സ്വഹാബത്ത് കൊടുക്കൂടെ 1 ദീനാറും ഏത് ബലിയേണ്ട് കേട്ടെങ്കിൽ ആ 1 ദീനാറാണ് മുഅ്മിനീങ്ങളെ. എന്തേ 1 ദീനാറും പ്രയാസപ്പെട്ട കാലത്തിലാണ് ആ സ്വഹാബത്ത് ദീനിക്ക് കൊടുത്തരേ. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞങ്ങളെ ഭാഗ്യ പടച്ചറബ് സംതൃപ്തിപ്പെടകുള്ള കാരണം അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ചാറ് ചൊല്ലതാണ്, അള്ളാഹുടെ റസൂലിന്റെ ഇത്വാത്താക്കിയാറ് ചൊല്ല കാരണമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ സ്വാലിഹീങ്ങ ജീവിച്ചൊരു തെരുവില്ലേ, നബിതങ്ങളൊട്ടിಗೆ സഹായം കേട്ടാറ്, പലപ്പോഴായി സഹായം കേട്ടാറ്. മലയില്ലാത്തപ്പ സഹായം കേട്ട സ്വഹാബത്തുണ്ടു, ദാരിദ്ര്യം വന്നപ്പ സഹായം കേട്ട സ്വഹാബത്തുണ്ടു, കടം തീരുക നബിതങ്ങളൊട്ടിಗೆ സഹായം കേട്ട സ്വഹാബത്തുണ്ടു, നബിതങ്ങളെ മരണത്തിൽ പിന്നെയും സഹായം കേട്ട സ്വഹാബത്തുണ്ടു. സുബ്ഹാനല്ലാഹ്. മുത്തബിഉസ് സുന്നah ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ മോനില്ലേ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഒരു 4 വല്ലാത്ത കാൽനമ്പലം തുടങ്ങിയിട്ട് ഈ കാൽനമ്പലത്തിൽ ഇങ്ങനെ പെടക്കുമ്പോ കൂടെ ആളുണ്ട്, 6 കൊന്തുണ്ടാ. റഈസുൽ മുഫസ്സിരീൻ നബിതങ്ങൾ അതേ തലക്ക് കൈവച്ചിട്ട്, പടച്ച റബ്ബേ ഇയാളെ നീ ഖുർആനിൽ നല്ല വിവരമുള്ള ആളാക്കണോ അല്ലാ. ചെന്നിട്ട് ദുആർന്ന് കൊടുത്ത മഹാന സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അതേ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുടെ മുട്ട ഉണ്ടു കാൽനമ്പലത്തിൽ പടക്കട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുടെ കണ്ട് അതേ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചന്തു, ഓ അബ്ദുല്ലാഹ് ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, നിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ പേര് നീ വിളി, അയാളെ നീ ഒന്ന് സ്മരിക്ക്, ഓർമ്മയാക്ക്. അപ്പോഴാണ് ആ സ്വഹാബത്തിക്ക് ഏറ്റവും ഇഷ്ടമായ ആളല്ലേ നബിതങ്ങളെ പേര് മഹാൻ വിളിച്ചിട്ട്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ പേര് വിളിക്കലോട് കൂടെ ആ മഹാന്റെ കാൽ നൊമ്പലം സുമറായി പോയിട്ട്. ആരാണിത് ചൊന്നുകൊണ്ടുള്ളേ? ഇമാം ബുഖാരിയാണ്. അല്ലദബുൽ മുഫ്റദ് ചൊല്ലിയ കിതാബാണ് മുഅ്മിനീങ്ങളെ. ഇനൊരു മോത്തില്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ യമനക്ക് ഇങ്ങനെ കടത്തുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് ചൊന്നുല്ല, നബിയേ നന്റെ യമനക്ക് നിങ്ങൾ ഖാദിയായി കടത്തിറമാ, ഖാദിയായിനാണ് പോയേണ്ട കണ്ടെങ്കിൽ നബിയേ നാനെങ്ങനെയാണ് അവിടെ വിധിങ്ങ കൊടുക്കൂടെ, നാനെങ്ങനെയാണ് ഫത്വ കൊടുക്കൂടെ. നബി തങ്ങൾ നെഞ്ഞിക്ക് കയ്യും വെച്ച് ചൊന്നുല്ലേ, അല്ലാഹുമ്മ ഹ്ദിഹി അലി ഇബ്നു അബീ ത്വാലിബ്, നീ നേരു കാട്ടി കൊടുക്കണോ അല്ലാ, അയാൾ ചൊല്ലതെല്ലാം നീ ശരിയാക്കി കൊടുക്കണോ അല്ലാ. നെഞ്ഞിക്ക് കൈവച്ച് ദ്വാർന്നിൽ പിന്നെ സുബ്ഹാനല്ലാഹ് അലി ഇബ്നു അബീ ത്വാലിബ് ഖാദിയായി പോയില്ലേ. അവിടുത്തെ വിധിക്കട ഒരു തീരുമാനവും ആ തീരുമാനത്തിൽ പിന്നെ തപ്പ് വന്നില്ല. മുഅ്മിനീങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാണ് മുഅ്മിനീങ്ങളെ? ഈ ലോകത്ത് നബി തങ്ങളെ ഹദീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടാക്കിയ മഹാൻ
മഹാനല്ലേ. ഒരു കാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാത്ത മറക്കിടാളായിട്ടിന്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നിൽ വന്ന് കംപ്ലൈന്റ് ചെന്നു, നബിയെ നക്ക് വല്ലാത്ത മറവിയുണ്ട് നബിയെ, ശരിയാക്കി തരണു നബിയെ. നെഞ്ഞുകൊന്ന് പൂഞ്ഞു കൊടുത്തപ്പാ അബൂ ഹുറൈറയുടെ മറവി പിന്നെ ഉണ്ടായില്ല. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ടാക്കിയ മഹാനല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് തങ്ങളെ കടം തീരകും, അങ്ങനെ അതേ മറവി ശക്തി അതേ നനപ്പു ശക്തി കൊറഡിന് ചൊല്ലുകും, മല ഇല്ലാത്തപ്പോ മല തേടകും. സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യങ്ങളെ ഭാഗ്യ ചൊല്ലുകു, അങ്ങനെ സീക്കുങ്ങളെ ഭാഗ്യ ചൊല്ലുകു, അങ്ങനെ അതേ സങ്കടങ്ങളെ ഭാഗ്യ ചൊല്ലുകു. എത്തിപ്പെട്ടോണ്ടിന്നൊരു സദസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സ്. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ മഹാന്മാർ എങ്ങനെയല്ലേ. റബീഅ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നലു അതേ ജാവുകുള്ളെ തഹജ്ജുദ് നിസ്കരിക്കുകുള്ളെ തന്നിങ്ങനെ കൊമന്ന് കൊഴുത്തിട്ടാവുമ്പോ റബീഅ റളിയല്ലാഹു അൻഹുടെ മുന്നലു നബി തങ്ങൾ കേട്ടുപോയിട്ട് സല്യാ റബീഅ, കേക്ക് റബീഅ, എന്ത് റബീഅണ് കേക്കൂ, എന്ത് റബീഅണ്. സുബ്ഹാനല്ലാഹ്. റബീഅ റളിയല്ലാഹു അൻഹു ഉടൻ ചെന്നു, നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ ഈ ദുനിയാവിൽ എന്തായാലും തങ്ങളെ കൂടുള്ള ഭാഗ്യം കിട്ടിട്, നാളെ സ്വർഗത്തിലും തങ്ങളെ കൂടുള്ള ഭാഗ്യം കിട്ടണോ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനണ്ടിക്കെ കൊതിര ശിർക്ക് ഉണ്ടാവണ പറ്റുന്നില്ല. ഒരു സ്വഹാബത്ര മുതലും സഹായം കേട്ട് വന്നൊരു സ്വഹാബത്ര മുതലും നല്ലട്ടിക്കെ കൊതിര ശിർക്ക്. അങ്ങനല്ലേ ഇപ്പൊ ശിർക്കടി ഇപ്പൊ അങ്ങനെ കണ്ടല്ലോ, ജോയി ആയിട്ടല്ലേ ഇപ്പൊ കാട്ടറ എല്ലാവരും ശിർക്ക്, ജോയി ആയിട്ട് ദൂരത്തില് കണ്ടങ്ങ് ഓടണോ, അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും കാട്ടിക്കൊണ്ടുള്ള ശിർക്ക്. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങൾ ചെന്നെങ്കിൽ തീരകൊണ്ട സ്വഹാബത്ര ജീവിതത്തിൽ എത്ര ആയിരല്ല ലക്ഷക്കട്ടല സംഭവം ഇതുപോലത്തെ സംഭവം കൊണ്ട് മുഅ്മിനീങ്ങളെ പ്രതിയൊന്നും അങ്ങ് എത്തിപ്പെടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്ത് കാണാം. അതിന് പിന്നെ മാതൃകയായിട്ട് സുബ്ഹാനല്ലാഹ് എത്ര മഹാന്മാർ കാട്ടിത്തന്നാറ്. ഈ ലോകത്തെ ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബുടെ ഇമാമല്ലേ, മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിൽ പിന്നെയാണ് ഒരു കാവ്യം എന്തൊരു, ആ കാവ്യത്തിൽ നബി തങ്ങളുടെ ഇസ്തിഗാസം കേൾക്കടേ. സുബ്ഹാന ജല്ല ജലാലുഹു. ശാഫിഈ റളിയല്ലാഹു അൻഹു കരടിയുണ്ടാ അബൂ ഹനീഫയുടെ മഖ്ബറത്തെ മുന്നിൽ പോയിട്ട് പലപ്പോഴും ശാഫിഈ ഇമാം സിയാറത്താക്കലുണ്ട്. എന്തിനാണ് ശാഫിഈ ഇമാം ചൊല്ലു, നക്ക് പല ആവശ്യങ്ങൾ ഇൻതീണ്ട് കണ്ടെങ്കിൽ നാന് നേരെ പോണ്ട അബൂ ഹനീഫ ഇമാമുടെ മഖ്ബറത്തുകാണ്. അവിടെ അതേ ഒരു ജൻറകത്തും നിസ്കരിച്ചിട്ട് നേരെ അബൂ ഹനീഫ ഇമാമുടെ മഖ്ബറം സിയാറത്താക്കിയിട്ട് ഒന്നിനാണ് ദുആർ നാണ്ട് കണ്ടെങ്കിൽ ആ ദുആർന്ന് പർത്ത് ബണ്ടെടക്ക് നണ്ട ആവശ്യങ്ങൾ തീർത്ത് തന്നോണ്ടിന്ന മഹാന്മാരെ മഖ്ബറ കാണു. മുഅ്മിനീങ്ങളെ, വല്ലാത്ത മഹത്വം മൈക്കൊണ്ടു. എന്തൊക്കെ ചൊല്ലുന്നു, പരിശുദ്ധമായ ഖുർആൻ വരെ സ്വാലിഹീങ്ങളൊട്ട പോയിട്ട് കേക്കുകൊള്ള പ്രേരണ തന്നില്ലേ. പ്രത്യേകിച്ച് നബിതങ്ങളെ മുട്ട പോകു ഖുർആൻ ഓർഡറാക്കില്ലേ. ഖുർആൻ ഓർഡറാക്കിയ വിഷയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറെ ദോഷങ്ങളായി നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പോരും മദീനത്ത് ഉണ്ട്. ഖുർആനാണ് ചെന്നുണ്ടല്ലോ, വലൗ അന്നഹും ഇളലമു അൻഫുസഹും, ഓ ശരീരങ്ങൾ ആക്രമിച്ച ആൽമാരെ, ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, നബിയേ വല്ലാത്ത ദോഷാക്കി നടന്ന ആൽമാർ തങ്ങളെ മുട്ട പറുവാറ് എന്നിട്ട് വസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുട്ട മാപ്പ് കേൾക്കുവാർ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അങ്ങുബേനായി നബി തങ്ങളും മാപ്പ് കേട്ടാറുണ്ട് കണ്ടെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അങ്ങ് പുറത്തു കൊടുക്കുക, അല്ലാഹു കാരുണ്യം ചെയ്യുക. റസൂലുള്ളാഹിയുടെ മുന്നിലെത്തിപ്പെട്ട സകല വിഷയത്തും പടച്ച റബ്ബുടെ റഹ്മത്തുണ്ട്. അവന്റെ ദോഷങ്ങളെ പുറത്തു കൊടുക്കൂടാ. അത് വഫാത്തിൽ പിന്നെയും ഉണ്ട്. മുഅ്മിനീങ്ങളെ, നാനല്ല ചെന്നുകൊണ്ടുള്ളേ സകല വഹാബികളെയും ഉസ്താദായിട്ടുള്ള ഇബ്നു തൈമിയ്യ ഇല്ലേ, ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനില്ലേ അല്ലാമ ഇബ്നു കസീർ
കസീർ. അതേ തഫ്സീർ ഇബ്നു കസീറിൽ ഒരു സംഭവം ഞങ്ങൾ പരിപാടിത്തണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന് ചൊല്ലു ഇർഷിദു തആല അൽ-ഉസാത വൽ മുദ്നിബീൻ വലൗ അന്നഹും ളലമു അൻഫുസഹും ചൊല്ല ആയത്തില്ലേ. ഈ ആയത്തിൽ പടച്ചറപ്പൊരു ഡയറക്ഷനാണ് കൊടുത്തോണ്ടുള്ള ആറുകി ദോഷാക്കി ആൽമാർ തപ്പുങ്ങാക്കി നടക്കട ആൽമാർ ഇദാ വഖഅ മിൻഹുൽ ഖതൗ വൽ ഇസ്യാൻ അയതു ഇലർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൊന്ന് നബി തങ്ങളെ മുട്ടൊന്നു പോവട്ടെ. ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദാ അവിടെ പോയി അല്ലാഹുട്ട മാപ്പ് കേൾക്കട്ടെ. എന്നിട്ട് വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളൊട്ട മങ്ങ കേൾക്കട്ടെ. എന്തരെയാണ് കേൾക്കണായത്? നബിയേ നക്ക് പുറത്തു തറകൊന്നു ശുപാർശയാക്കൊരു നബിയേ. ഈ ഡയറക്ഷനാണ് ഈ ആയത്തിൽ കൊടുത്തോണ്ടല്ലോ എന്നിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാമ ഇബ്നു കസീർ പഠിപ്പാട്ടി തന്നുകൊണ്ടുണ്ട്. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക അങ്ങനെ ആക്കിയാറുണ്ട് കണ്ടെങ്കിൽ താബല്ലാഹു അലൈഹിം അല്ല പുറത്തു കൊടുക്കുക, വറഹിമഹും അല്ല കാരുണ്യം കാട്ടുക, വഗഫറ ലഹും അങ്ങനെ എല്ലാ ദോഷങ്ങളും അല്ല മാപ്പാക്ക് കൊടുക്കുക. അതാണ് ഖുർആൻ ചൊന്നുകൊണ്ടുള്ളേ. എന്നിട്ട് അത്ര ചൊന്നിട്ട് മഹാ നിപ്പാട്ടിയില്ല. ഒരു സംഭവം കൂടി പരിപാടിത്തണ്ട്. ആരെ തൊട്ടുദ്ധരിക്കട സംഭവമാണ്? അത്തബി ചൊല്ലൊരു മഹാന്റെ തൊട്ടുദ്ധരിക്കട സംഭവമാണ്. അത്തബി ചൊല്ല ആള് ചൊല്ലു കുന്തു ജാലിസൻ ഇൻദ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാല് നബി തങ്ങളെ ഖബറുടെ മുട്ടിങ്ങനെ വെച്ചിട്ടുള്ള അപ്പോഴാണ് ഒരു അറാബിയായ മനുഷ്യൻ പണ്ടേ, അപരിചിതനായ ഒരു മനുഷ്യൻ പണ്ടേ. എന്നിട്ട് ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വഫാത്തായി പോയ നബി തങ്ങളെ ഖബറുടെ മുന്നിൽ വന്നിട്ട് ആ അപരിചിതനായ മനുഷ്യൻ ചൊല്ലൊരു പലക്കാണ് നബിയെ നിങ്ങൾക്ക് സലാം. എന്നിട്ട് ആള് ചൊല്ലു സമയത്തുല്ലാഹ യഖൂലു നബിയെ പടച്ചറബു ചൊല്ലതായി ഞാൻ കേട്ട എന്തരയാണത്? വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ദോഷങ്ങാക്കി നടന്ന ആൽമാർ തങ്ങളെ മുട്ട വന്നിട്ട് അള്ളാഹുടെ മാപ്പ് കേട്ടിട്ട് അതേ അങ്ങ് പേനായി പടച്ചറബും മാപ്പ് കേട്ടത് അള്ളാഹുടെ റസൂലും മാപ്പ് കേട്ടിട്ട് ഉണ്ട് കണ്ടെങ്കിൽ അതേ അള്ളാഹു അങ്ങ് മാപ്പ് കൊടുക്കുക ചൊല്ല ആയത്ത്. നബിയേ ഞാൻ കേട്ട നബിയേ വഖദ് ജിഇതുക മുസ്തഗ്ഫിറൻ ലിദംബി. നബിയേ നിങ്ങളെ മുട്ടനാണ് വന്നത് നന്റെ ദോഷത്തുക്ക് മാപ്പ് കേട്ടോണ്ടാണ്. മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി നിങ്ങളെ കൊണ്ട് നന്റെ റബ്ബുടട്ടിക്ക് ഒരു ഇംപ്ലൻസ് ആക്കുക. എന്നിട്ടാ വന്ന അറാബിയായ മനുഷ്യൻ ഒരു പാട്ടും പാടിട്ടാണ് അവിടെ പോണ്ടേ. ഇണ്ടും മദീനാത്തെ റൗളാ ശരീഫിന്റെ ഡോറിലു ഈ പാട്ട് എഴുതി വെച്ചിരു മുഅ്മിനീങ്ങളെ. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ദമുഹു ഫതാബ മിൻ തീബിഹിൻ നൽഖാഉ വൽ അക്മു നഫ്സി ഫിദാഉൽ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ലോകത്തിൽ മറമാടപ്പെട്ടങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആളെ നിങ്ങളെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ പരിസര പ്രദേശങ്ങൾ സമ്പത്ത് ഭരിതമായി പോയിട് നബിയേ. നിന്റെ തടിയില്ല നബിയേ, നിങ്ങൾക്ക് അർപ്പണയാണ് നബിയേ. ഈ ഖബറിലല്ലേ ലോകത്തുള്ള സകല ആറുമാറുകും അതേ കുറെ ഔദാര്യങ്ങൾ കിട്ടിയോണ്ടുള്ളേ, അതേ അള്ളാഹുടെ റഹ്മത്തുങ്ങൾ കിട്ടിയോണ്ടുള്ളേ, സമാധാനങ്ങൾ കിട്ടിയോണ്ടുള്ളേ. ഈ ബൈത്തും പാടിയിട്ട് ആ വന്ന അറാബിയായ മനുഷ്യർ പിരിഞ്ഞു പോയിട്ട് അത്തബീ ചൊല്ലെ മഹാൻ ചൊല്ലു ഈ മനുഷ്യയുടെ ആവലാതിയും ഈ മനുഷ്യയുടെ ബേജാറും കണ്ടിട്ട് നിന്റെ കണ്ണൊന്ന് നിറഞ്ഞു പോയിട്ട്
അങ്ങനെ നാണവിടെ മെല്ലെ വറക്ക് ജാരിയ നണ്ട കണ്ണുക നല്ല വറക്ക് വന്ന് നാണങ്ങനെ ഉറങ്ങിപ്പോയ വറക്കിലോ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി നബിതങ്ങളെ നാണ് കണ്ടുപോയ. എന്നിട്ട് നബിതങ്ങൾ ഫഖാല യാ തബി ഇൽഹഖിൽ അഅറാബി അഅറാബിയായ മനുഷ്യരെ മുട്ട നിങ്ങ പോന്നു ഫബശ്ശിർഹു എന്നിട്ട് അയാൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്തിനാണ് സന്തോഷം? അന്നല്ലാഹ ഖദ് ഗഫറ ലഹു ഈ നണ്ടമുട്ട വന്നിട്ട് മാപ്പ് കേട്ട് പോയ ആളില്ലേ അവന് അല്ലാഹ് മാപ്പ് കൊടുത്താ. മുഅ്മിനീങ്ങളെ ഇത് കേവലം മരണത്തിൽ പിന്നെയുള്ള സംഭവമാണ്. മരണത്തമൊന്നൊരു എത്രമാ സംഭവങ്ങൾ നടന്നിര്, പിന്നെ എത്രമാ സംഭവങ്ങൾ നടന്നിര്. ഒരു സംഭവം മാത്രമാണ് നാണിവിടെ ചൊന്നേ. ഇതുപോലെ മുഅ്മിനീങ്ങളെ കഴിഞ്ഞുപോയ മഹാന്മാർ സ്വാലിഹീൻ നബിമാരെ മനസ്സിലാക്കിയാറ്, അമ്പിയാടെ ബഗയുള്ള ഈമാൻ പടിപാടി തന്നാറ്. ആ ഈമാനാണെങ്കിലോ പടച്ചറബ് പൊരുത്തപ്പെട്ട ഈമാനാ. അങ്ങ് പൊരുത്തപ്പെട്ട തെരുലല്ലേ മുഅ്മിനീങ്ങളെ, അല്ലാഹ് പൊരുത്തപ്പെട്ട തെരുലല്ലേ മുഅ്മിനീങ്ങളെ. സർവ്വ മുഅ്മിനീങ്ങം നിക്കോനായത് അല്ലാണ്ട് അതേ നബിതങ്ങളൊട്ടിക്ക് സഹായം കേക്കിടതും സകല സ്വാലിഹീങ്ങളൊട്ടും സഹായം കേക്കിടത് ശിർക്ക് ചൊന്നു നടന്നെങ്കിലാ ഗൗസുല്ലാദമുടെ വിളിക്കിടതും സുബ്ഹാനല്ലാഹ് അയ്യപ്പടെ വിളിക്കിടതും ഒരുപോലെ ചൊന്നെങ്കിലാ എന്തൊരു ദുരന്തം വന്നു പോയിട്ട് മുഅ്മിനീങ്ങളെ. എങ്കിൽ ഞാൻ കേക്കട്ടാ, എത്ര പാട്ടാണ് ഈ വഹാബികം അല്ലാത്തങ്ങം ഉംറത്തുക്ക് പോണ്ടേ. അവിടെ പോയിട്ട് ഒരു കല്ല് കൊണ്ട് കെട്ടിയ കാബയില്ലേ, ആ കാബ ചുത്തലില്ലേ, ആ കാബത്തെ ബദലായി ഒരു വേള ഒരാള് ദേവസ്ഥാനത്തെ ചുറ്റിയെങ്കിലാ അതിരെയല്ലേ മുഅ്മിനീങ്ങളെ ശരിക്ക് ഉണ്ട് ചൊല്ലേ. ഒരു വേള കാബത്തെ മുഅ്മിനീങ്ങ ചുറ്റിയെങ്കിലാ ലക്ഷക്കണക്കിലുള്ള മുഅ്മിനീങ്ങം നാലുകു ചുത്ര ജാഗമല്ലേ കാബ. ഈ ചുത്രതിര ഭാഗ്യ ഒരു കല്ലുകൊണ്ട് കെട്ടിയ കാബത്തെ ചുറ്റും ചുത്രതിര ഭാഗ്യ അതേ ദേവസ്ഥാനത്തിൽ ചുത്രത് പോലെ ശിർക്കുണ്ട് ചൊല്ലുകു ധൈര്യമുണ്ടാ. എന്തുകു ചൊല്ലണോ മുഅ്മിനീങ്ങളെ? ഒരു അതേ ദേവസ്ഥാനത്തെ ഉൽഗം സ്ഥാപിച്ചു വെച്ച വിഗ്രഹത്തെ മൊത്തമ്പോ ശിർക്കായതുപോലെ കാബത്തെ ഹജറുൽ അസ്വദ് മൊത്തമ്പോ ശിർക്കാവുടാ ഒരു കാലത്തുമില്ല. എങ്കിൽ മുഅ്മിനീങ്ങളെ അയ്യപ്പടെ വിളിക്കുന്നത് ശിർക്കാവുടെങ്കിൽ ഗൗസുല്ലാദമനെ വിളിക്കുന്നത് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ശിർക്കാവുടെ? കാബത്തെ ചുത്തുന്നത് അത് പടച്ചറപ്പുള്ള ഇബാദത്ത് എന്ന നിലക്കാണ് കാബത്തുക ചുത്തുരെ, അല്ലാണ്ട് കാബത്തുള്ള ഇബാദത്തല്ല. ഹജറുൽ അസ്വദുള്ള ബഹുമാനവും ബറക്കത്ത് കൊണ്ടാണ് അതൊക്കൊന്ന് മുത്തുകൊടുക്കൂടെ. അത് ഇബാദത്ത് പടച്ചറബുക ആണ്, അല്ലാണ്ട് ഹജറുൽ അസ്വദുകല്ല. മുഅ്മിനീങ്ങളെ ഗൗസുല്ലാദമുടെ വിളിക്കുന്നത് അയ്യപ്പടെ വിളിച്ചതുപോലെയല്ല. ഗൗസുല്ലാദമുടെ വിളിക്കുന്നത് ഗൗസുല്ലാദമു അതേ എല്ലാ തറകു അർഹത ഉള്ള ആളുകളുടെ വിശ്വാസത്തിലല്ല, റബ്ബു ചൊല്ല വിശ്വാസത്തിലല്ല, ഇലാഹു ചൊല്ല വിശ്വാസത്തിലല്ല. എങ്കിൽ ഇവിടെ ഉള്ള എല്ലാ സുന്നിങ്ങും കുദ്രോളിലുള്ള മക്കാമില്ലേ, ഈ മക്കാമിൽ വന്നിട്ട് ഔലിയാടെ മുന്നിൽ സുജൂദിടം താറ്, 5 വഖ്ത് നിസ്കാരം അവിടെ നിസ്കരിക്കാൻ താറ്. അതേ ടൈമിൽ അങ്ങനൊന്നും ആക്കാണ്ട് പടച്ചറബുടെ ഭവനത്തിലാണ് 5 വഖ്ത് നിസ്കരിക്കടേ. ഈ മക്ബറത്ത മുന്നിൽ വന്നിട്ട് പടച്ചറബുടട്ട് ദുആർക്കിടേ. ഈ ദുആ അല്ലാഹുടട്ടുള്ള ദുആ ആണ് മുഅ്മിനീങ്ങളെ. ആ മഹാണ്ടൊട്ട് കേക്കടെ സഹായങ്ങളില്ലേ, ആ സഹായം എല്ലാം കേൾക്കുമ്പോ ഓരോ മുഅ്മിനുക്കും ബോധമുണ്ട് ഇങ്ങ അല്ലാഹുടെ അടുത്ത ആൽമാരാണ്. അടുത്ത ആൽമാരെ ഇൻഫ്ലുവൻസ് വേഗാണ് നടക്കടേ. അടുത്ത ആൽമാർക്ക് പ്രത്യേക കഴിവ് കാണിക്കടേ. ആ കഴിവ് കൊടുത്തവന് ആരാണ്? അല്ലാഹ്. അതേ ടൈമിൽ അയ്യപ്പടെ വിളിക്കുമ്പമാ റാമടെ വിളിക്കുമ്പമാ അവിടെ അങ്ങളെ വിശ്വാസം അങ്ങ് ദൈവാണ്ടാണ്, ദേവാണ്ടാണ്, സർവശക്തനാണ്. ആ വിശ്വാസത്തിലൊരു സുന്നിയും ഗൗസുല്ലാദമുടെ വിളിക്കലില്ല. ഉടവുള്ള മക്കാമുലുള്ള ഔലിയാക്കൾ
ഔലിയാക്കന്മാരെ വിളിക്കലില്ല. ഈ എല്ലാ വിളിങ്ങളെ ഉദ്ദേശം ആ സ്വാലിഹീങ്ങൾക്ക് പടച്ച റബ്ബ് അതേ അവന്റെ വിശേഷമായ കഴിവങ്ങ കൊടുത്തുറ. ആ കഴിവ് കൊണ്ടങ്ങ പലപ്പോഴും സഹായിക്കിടാറ് ചൊല്ല ഉദ്ദേശമാണ്. സാധാരണ ഞങ്ങളെ പല കാര്യത്തുകയും അതേ ദുനിയവിയായ കാര്യത്തുക ദുനിയാവിടെ ആലുമാറുമായി ഇടപെടുന്നത് പോലെ, ഒരു പനി വരുമ്പോ മാത്രം കുടിക്കുന്നത് പോലെ, ഒരു ഗായാമ്പോ അതേ മുലാമു തോത്തുന്നത് പോലെ, മുലാമു സുമറാക്കട ചൊല്ല ഉദ്ദേശത്തിലല്ലേ, മാത്ര സുമറാക്കട ചൊല്ല ഉദ്ദേശത്തിലല്ലേ, മാത്രമല്ല അങ്ങനെ ഒരു പവർ പടച്ച റബ്ബ് വെച്ച മുലാമൽ അങ്ങനത്തെ ഒരു പവർ പടച്ച റബ്ബ് വെച്ച ആ പടച്ച റബ്ബ് വെച്ച പവർ കൊണ്ട് ഈ മുലാമു തോത്തിയെങ്കിൽ ഗായം സുമറായി പോണ്ടു. സുബ്ഹാനല്ലാഹ്. മാത്ര കുടിച്ചെങ്കിൽ പനി സുമറാവിടു എങ്കിൽ കേക്കട്ട. അതുകൊണ്ട് മാത്രം പനി ചിലപ്പോൾ സുമറാവിട. ചിലപ്പോ ദർഗത്ത് പോയെങ്കിൽ വലിയുടെ മുന്നൊരു സഹായം കേട്ടെങ്കിൽ എല്ലാ സഹായം കിട്ടാ മുഅ്മിനീങ്ങളെ ഒരിക്കലുമില്ല. ചിലപ്പോൾ മാത്ര കുടിച്ച് പനി നിൽക്കാത്തത് പോലെ, ചിലപ്പോൾ മുലാമു തോത്തിയിട്ട് ഗായം മുടങ്ങാത്തത് പോലെ. മുലാമുടെ ദൂരിട്ട് കാര്യമുണ്ടാ, മാത്രയുടെ ദൂരിട്ട് കാര്യമുണ്ടാ. എല്ലാം തണ്ടവന് പടച്ച റബ്ബല്ലേ. ചൊന്ന് വിശ്വസിക്കട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതര ആൽമാരില്ലേ, ഈ ആൽമാരെ വിശ്വാസം ഒരിക്കലും ഒരു കാലത്തും നഷ്ടപ്പെട്ട വിശ്വാസമല്ല. സ്വഹാബത്തിന്റെ വിശ്വാസമാണ്, കഴിഞ്ഞുപോയ സാലിഹീങ്ങളെ വിശ്വാസമാണ്, അബൂ ഹനീഫ ഇമാമുടെ വിശ്വാസമാണ്, സിദ്ദീഖുൽ അക്ബറുടെ വിശ്വാസമാണ്, ഉമർ ഇബ്നുൽ ഖത്താബുടെ വിശ്വാസമാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുയുടെ വിശ്വാസമാണ്. മുഅ്മിനീങ്ങളെ, ആ വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളുടെ സിറാത്തുൽ മുസ്തഖീം ഭദ്രമാണ്. അല്ലാഹു തആല മരിക്കിടത്തോലു അത് ഭദ്രമാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രസംഗം നീട്ടില്ല. അതേ ടൈമിലും അള്ളാഹുടെ റസൂലിന്റെ മുന്നൊരു ബറു മാപ്പ് കേക്കറ് ചൊല്ലുമ്പോ അതിനെ എതിർക്കിടാൽമാർ ഖിയാമന്നാല് തോല് ബറുവാർ. അതും ഖുർആൻ പഠിപ്പാട്ടിത്തണ്ട്. വൈദാ ഖീല ലഹും, ഓ നബിയേ, ചില ആൽമാരട്ട ചൊന്നാണ്ട് കണ്ടെങ്കിൽ എന്തരെയാണ് ചൊല്ലേ, താലൗ നിങ്ങ ബറു യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾക്ക് അല്ലാഹുടെ റസൂലു നിങ്ങൾക്ക് വേനായി പടച്ച റബ്ബുടട്ട മാപ്പ് കേക്കിട്. നിങ്ങൊന്ന് ബറു നബിതങ്ങളെ ഹദറത്തുക ബറു. ചൊന്നിട്ട് ചില ആൽമാരെ വിളിക്കുമ്പോ സൂറത്തുൽ മുനാഫിഖൂനാണ് നമ്മ പഠിപ്പാട്ടി തണ്ട്. ലൗബഉറൂസഹും, അങ്ങളെ തല ഒന്ന് താത്തിപ്പോയാർ. വറഅയ്തഹും യസുദ്ദൂൻ വഹും മുസ്തക്ബിറൂൻ, അഹങ്കാരിയായി തിരിഞ്ഞു പോവാർ നബിയെ തങ്ങളെ മുട്ടങ്ങ പറല. സുബ്ഹാന ജല്ല ജലാലുഹു. ഉബയ്യ് ഇബ്നു സലൂൽ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് മഹാന അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഉബയ്യ് ഇബ്നു സലൂൽ ചൊല്ലെ മുനാഫിഖിട്ട അവന്റെ എല്ലാ വിഷയം നാരിട്ടാവുമ്പോ ആൽമാർ വന്ന് ചൊന്നാറ്, നീ നേരെ നബിതങ്ങളെ മുട്ട പോണു, എന്നിട്ട് നിന്റെ നീ നാക്കിയ എല്ലാ തപ്പും നബിതങ്ങളെ മുന്നുള്ള നീ സമ്മതിക്കണു എങ്കിൽ നിക്ക് അള്ളാഹുടെ റസൂൽ നിക്കുവാനായിട്ട് മാപ്പ് കേൾക്കൂ. ഇത് ചൊന്നപ്പമേ ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖീങ്ങളുടെ നേതാവാണ്, തല താത്തിയാണ്ടാണ്. ഈ അഭിപ്രായത്തൊട്ടി അവൻ സമ്മതിച്ചില്ലാണ്ടാണ്. എന്നിട്ടാ ഈ ചൊന്ന ആൽമാരട്ട ചൊന്ന ലഖദ് അശർതും അലയ്യ ബിൽ ഈമാനി ഫആമന്തു, നിങ്ങൾ എന്നിട്ടേക്ക് വിശ്വസിക്കോ ചൊന്നാറ് ഞാൻ വിശ്വസിച്ച ശരി. വഅശർതും അലയ്യ ബി അൻ ഉഅതിയ സകാത മാലി, സകാത്ത് കൊടുക്കോ ചൊന്നാറിന സകാത്തും കൊടുത്ത ഓക്കെ ഏതുക്കും കൊരടില്ല. നാം ഈമാനിക്ക് ഈമാനുണ്ട് ചൊല്ലനാണ്, സകാത്ത് കൊടുക്കോ സകാത്തും ഞാൻ കൊടുക്കോ റെഡിയാണ്. അതെല്ലാം നാണാക്കിയ, നിങ്ങൾ ചെന്നതെല്ലാം നാണാക്കിയ. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാകെ ഇപ്പൊ ബാക്കിയുള്ള നിങ്ങൾ നിന്നിട്ടേക്ക് ചൊല്ലുക മാത്രം ബാക്കിയുള്ള എന്തേ മുഹമ്മദ് സുജൂദിനും ചെന്നിട്ട് മാത്രം ബാക്കിയുള്ളേ, ബാക്കിയെല്ലാം നിങ്ങൾ ചെന്നിട്ടായി നിന്നിട്ടുകയാണ്. ഇങ്ങനെയാണ് ഇണ്ടത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ലാത്ത ആൽമാര അവസ്ഥ. പണ്ട് ഇബ്ലീസ് ഇരട്ടിയെ അള്ളാഹു സുജൂദിലേക്ക് ചൊല്ലുമ്പോ ഇബ്ലീസ് ആ സുജൂദ് എങ്ങനെയാണ് കണ്ടേ? അഹങ്കാരത്തോൽ ചൊന്ന നാണിങ്ങളെ സുജൂദിട്ടേ, നണ്ട തീരല്ലേ നിങ്ങൾ പടച്ചിരേ, ഈ ആദവിടെ മണ്ണിലല്ലേ പടച്ചിരേ, നാണിങ്ങളെ സുജൂദിട്ടേ, മണ്ണ് കാബല തീ കാബല, അതുകൊണ്ട് തീയിൽ പടച്ചനാണ്. നാണ് പൊന്തിയോണ്ട് പോണ്ട ആളാണ്, മണ്ണ് താന്നോണ്ട് പോണ്ട ആളാണ്. അതുകൊണ്ട് തീയിൽ പടച്ചനാണ്. പടച്ച മലായിക്കത്തങ്ങ അപ്പമേ സുജൂദിട്ടാറുണ്ടാണ്. മലക്കങ്ങോ കൊന്തിന്ത് മലക്കങ്ങ അഹ്ലുസുന്നത്തുൽ ജമാഅത്താണ്. മലക്കങ്ങോ കൊന്തിന്ത് ഈ സുജൂദു പടച്ച റബ്ബുകു
ഇബാദത്തായിട്ടുള്ള സുജൂദല്ല, ഇത് ശുക്രുടെ സുജൂദാണ്. അള്ളാഹു ചൊന്നിട്ടാണെന്ന് അങ്ങ് ഇട്ടോണ്ടുള്ളേ. അതുകൊണ്ട് ആ സുജൂദിട്ട മലായിക്കത്ത് സ്വർഗത്തെ ടീമുലാണ്, അഹ്ലുസുന്നൽ ജമാഅയാണ്. സുജൂദ് ഇടാത്ത ഇബ്ലീസ് നരകത്തെ ആളാണ്. മുഅ്മിനീങ്ങളെ, ഒരു വിഷയം ചൊന്നു കൊടുക്കുമ്പോൾ അതിനെ സമ്പൂർണമായി വക്രമാക്കിയിട്ട് തിരിക്കിടതിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ആൽമാർ ഭയങ്കര ബൊമ്പന്മാരാണ്. അതുകൊണ്ടാണ് ചില മോത്തര ദർഗത്ത് സുജൂദിട്ട വീട് ഇങ്ങനെ കാട്ടിയിട്ട് ഇതാ കണ്ടില്ലേ സുജൂദിട്ട നോക്കറുണ്ട്. സുബ്ഹാനല്ലാഹ്. 6 സുജൂദ് ചൊന്നാറ് പരിശുദ്ധമായ ഇസ്ലാമിയുടെ ശരീഅത്ത് സുജൂദ് ചൊന്ന ആലിമീങ്ങ ചൊന്നാറ സ്വാലിഹീങ്ങ ചൊന്നാറ് ഒരിക്കലും ചൊന്നില്ല. ഏതോ ഒരു ജാഹില് വന്നിട്ട് സുജൂദിട്ടിട്ടാ മതി ഒരു ക്ലിപ്പിംഗ്, അതാ സുജൂദിട്ട കണ്ടില്ലേ, ഏതോ ഒരു ആലിം സുജൂദിട്ടതുപോലെ. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരിക്കലും ദർഗത്ത് വന്നൊരു സുജൂദിട്ട് ചൊന്ന ദീനല്ല പരിശുദ്ധമായ ഇസ്ലാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅ സ്വഹാബത്ത് അങ്ങനെ പഠിപ്പാട്ടി തന്നങ്ങല്ല. അങ്ങെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലോട് കൂടെ ബഹുമാനിക്കുന്ന രീതിയിൽ ബഹുമാനിച്ചുകൊണ്ടിരുന്നാർ, ബഹുമാനിക്കുന്ന രീതി ഞങ്ങൾ പഠിപ്പാട്ടി തന്നാർ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഞങ്ങളെല്ലാവരും എന്നോട് ഉറൂസാക്കിയോണ്ടുള്ളേ. ഈ ഔലിയായുടെ ബഹുമാനിക്കടെ ഏ നിലക്കാണ് ബഹുമാനിക്കടെ? ഇയാളെ കബർ ഞങ്ങൾ എത്രത്തിൽ കെട്ടിയ സാമാന്യ കബർ പോലെ ആക്കിയില്ല. എന്തേ സാമാന്യ കബർ പോലെ ഞങ്ങൾ ഉണ്ടുകൊണ്ട് കണ്ടെങ്കിൽ സാധാരണ മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ടോ, ഒരു എത്തരത്തിലുള്ളതിനെ മേത്തെല്ലാം ഇങ്ങനെ കണ്ണിങ്ങനെ ഉദ്ദാക്കിയിട്ട് നോക്കൂടെ, ചെറുതുള്ളതിനെ നോക്കൂടെ ഇല്ല, ചോട്ടിക്കൊണ്ടേ പോണ്ടേ. ഇതൊരു സ്വഭാവം മനുഷ്യ കൊണ്ടു. ആ സ്വഭാവം മനുഷ്യ ഉള്ളത് കൊണ്ടിട്ടു മനുഷ്യരുടെ മനസ്സിൽ തഅലീമ പറഞ്ഞു, ആ സ്വാലിഹീങ്ങളൊട്ടിക്ക് ബഹുമാനം പറഞ്ഞു. അതുകൊണ്ട് എത്രത്തിലാണ് കെട്ടിട്ട് കൊടുക്കൂടെ. ഇതാരെങ്കിലും മഹാനായ സയ്യിദ് ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹുവിന്റെ മഖബറം അത് എത്രയായിട്ട് കെട്ടിട്ടിന്ത്. ഇണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പച്ചക്കുബ്ബ ഏത് ആൾമാർക്കാണ് കാണാത്ത ആ പച്ചക്കുബ്ബയുടെ തകർക്കട പൊട്ടുവാട്ടണ്ടല്ലേ ചില ആൾമാർ ചൊന്നേ. സുബ്ഹാന ജല്ല ജലാലുഹു. 1000 വർഷങ്ങളായിട്ട് നിൽക്കട ആ പച്ചക്കുബ്ബ. എത്ര സ്വാലിഹീങ്ങ പോയ ജാഗാണത്, എത്ര ഇമാമിങ്ങ പോയ ജാഗാണ്. ഒറ്റ ഇമാമും ഒറ്റ സ്വാലിഹീങ്ങളായ മഹാന്മാർ അത് ശരിയല്ലാണ്ട് അവിടെ ചൊന്നു വെച്ചില്ല. മുഅ്മിനീങ്ങളെ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുയുടെ മഖബറ എത്ര വലിയ മഖബറാണ്, അതിന്റെ ಬಗ್ಗೆ എത്ര ആൾമാരാണ് പുകയ്ത്തിരെ. അതെല്ലാം എന്ത് കാണും? ആ മഹാന്മാരെ തഅലീം കാട്ടുകയാണ്, ആ മഹാന്മാരുടെ വകയുള്ള ബഹുമാനം ഞങ്ങളുടെ കൽബിൽ പറയുകയാണ്. ഒന്നാമത്തത് ആണ് ഈ ഔലിയാക്കന്മാരെ മഖബറത്തിൽ നടക്കട്ടെ. രണ്ടാമത്തത് സുബ്ഹാനല്ലാഹ് ഉറൂസ് ചെല്ലുമ്പോൾ ഏതോ ഒരു സന്തനിങ്ങ ഭരിക്കണ്ട. ഉറൂസിൽ എന്തിനു നടക്കട്ടെ? ഏറ്റവും നല്ല കാര്യമായി തുആം അങ്ങനെ പേരിൽ ചോറ് കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ എത്ര സ്വഹാബത്താണ് വന്ന് കേട്ട, നബിയെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയത്, നബിയെ ഉമ്മു സഅദ് മരണപ്പെട്ടു പോയത്, ഈ സഅദായ മോനായനാണ്. ഓ നബിയെ ഉമ്മുകുബേനായിട്ട് എന്താക്കണം നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊന്തു അണ്ട് മദീനത്തിൽ ആവശ്യം എന്നത് തന്നെയാണ്, തന്നിടെ കുറത്തെ എന്ത്, തന്നിടെ ബറകാല എന്ത്. സഅദേ നീ ഒരു കിണവൊന്ന് തോണ്ടിക്കൊടു നിന്റെ ഉമ്മയുടെ പേരിൽ. അങ്ങനെ കെന തോണ്ടി കൊടുത്താണ്ട് ആരുടെ പേരിൽ? ഉമ്മയുടെ പേരിൽ. സുബ്ഹാനല്ലാഹ്. മരിച്ചങ്ങളെ പേരിൽ തന്നെ കൊടുക്കുന്നതും മറിച്ചങ്ങളെ പേരിൽ ചോറ് കൊടുക്കുകയും പ്രോത്സാഹിപ്പിച്ച ദീനാണ് പരിശുദ്ധമായ ഇസ്ലാം. അതാണ് ഈ ഔലിയാക്കന്മാരുടെ പേരിൽ ചോറ് കൊടുക്കുന്നതും സീരന് കൊടുക്കുന്നതും. അത് ഒരു മനുഷ്യരുടെ വയർ നിറപ്പാട്ടേക്കുള്ളത്ര കൂലി ഈ ലോകത്തിൽ വേറെ ഒരു അമലുമില്ല. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത പ്രയാസപ്പെട്ടിട്ട് മക്കത്തെ മദീനത്ത് വന്നിട്ട് ഫസ്റ്റ് ചെന്ന പലക്കാണ് അഫ്ശുസ്സലാം വഅത്ഇമുത് തുആം. സ്വഹാബത്തെ നിങ്ങൾ പരസ്പരം സലാമിയാറ ചൊല്ലൊരു, പാവത്വമുള്ള ചോറ് വ്യവസ്ഥ നിങ്ങാക്കൊരു, ആരെയും പട്ടിണി കിടക്കുക വിടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നെ വലിയ ബഹുമാനം കാട്ടിത്തന്നൊരു വിഷയമാണ് ഏത്? ഈ തുആം, പാവത്വം ചോറ് കൊടുക്കരുത്. സ്വഹാബത്തെ പലപ്പോഴും ചൊല്ലാറ്, നബിയെ ഞങ്ങളെ മനസ്സൊന്ന് ക്ലീനായി കിട്ടണം, ഞങ്ങളെ മനസ്സൊന്ന് ക്ലീനായി കിട്ടണം നബിയെ, അതിക്ക് എന്തെങ്കിലും ഒരു ഉപദേശങ്ങൾ ചൊന്തറു. 2 ഉപദേശം നബി തങ്ങൾ കൊടുത്തേ. അത്ഇമുൽ മസാക്കീൻ വംസഹു റൂസൽ യതീം, പാവത്വം ചോറ് കൊടുക്കറു, യതീമിങ്ങളെ തല ഒന്ന് പോയൊരു. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങളെ മനസ്സ് ക്ലിയർ ആവൂ. ഈ 2 നന്മകമൈ ചെന്നിട്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാണ് ഉറൂസുൽ നടക്കടേ? പിന്നെ ഉറൂസുൽ നടക്കുന്നത് അവിടെ വെച്ചിട്ട് ഒരു ഖുർആൻ ഓതരുത്. ലോകത്തിൽ ഏത് മനുഷ്യയാണ് ഹറാമു ചെന്നത്? ആകെ മൈത്രയുടെ പേപ്പർ ഓതാൻ ചെന്നകും ഭാഗ്യമില്ല, അങ്ങനെ മനസ്സിലാക്കി അവണക്കും ഭാഗ്യമില്ല ഖുർആൻ കേൾക്കൂ. അതുകൊണ്ടാണ് ഈ ദച്ചങ്ങെല്ലാവരും ഖുർആൻ ഓതാണ്ടെ വാർത്താ വിജയമാണി ഓതിക്കൊണ്ടിരിക്കട്ടെ. ആരെ മറിച്ചോണ്ട് ആ മറിച്ച മയ്യിത്ര വെച്ചിട്ട് വാർത്താ ഓതൊരു ടൈം. സുബ്ഹാന ജല്ല ജലാലുഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു
മരിക്കോ കിടക്കുമ്പോൾ ശിഷ്യന്മാരൊട്ട ഖുർആൻ ഇങ്ങനെ ഓതുക ചൊന്തുണ്ടാണ്. യാസീൻ ഓതി 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 മിഡ്ലികെത്തുമ്പാണ് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ റൂഹ് പുറപ്പെട്ടു പോകേണ്ട മുഅ്മിനീങ്ങളെ. സർവ്വ സ്വാലിഹീങ്ങളും ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, നിങ്ങളെ മരിച്ചങ്ങളെ പേരിൽ നിങ്ങൾ യാസീൻ ഓതറു. അതാണ് നമ്മുടെ സാധാരണ ഒരു മഖബറത്തെ മുട്ട വന്നെങ്കിൽ ഒരു യാസീൻ ഓതരെ, മിനിമം ഒരു ഫാത്തിഹെങ്കിലും ഓതരെ. ഖുർആൻ ഓതര ജാഗത്തിലല്ലേ മുഅ്മിനീങ്ങളെ മലായിക്കത്തുങ്ങ വന്നിറങ്ങടെ. അല്ലാണ്ട് പേപ്പർ ഓതര ജാഗത്തിൽ മലായിക്കത്ത് വന്നിറങ്ങടെ എന്നിട്ട് ആരെങ്കിലും ചെന്നങ്ങുള്ളാറ. പേപ്പർ ഓതുമ്പോൾ വിജയവാണി ഓതുമ്പോൾ മലായിക്കത്ത് വണ്ടുണ്ട്, ആമീൻ ചൊല്ലുണ്ട്. സുബ്ഹാനല്ലാഹ്. പേപ്പർ ഓതുമ്പണ്ട, അല്ലെങ്കിൽ നല്ല ക്യാസറ്റ് വെച്ച് കൊടുക്കണം, നല്ല പാട്ടർ ക്യാസറ്റ്. മലായിക്കത്തുങ്ങ പറവും പാട്ടർ ക്യാസറ്റുക്കും പേപ്പറുക്കും മലായിക്കത്തുങ്ങ പണ്ടില്ല. മലായിക്കത്തുങ്ങ പണ്ട് ഖുർആൻ ഓത്തുകയാണ്. ഖുർആൻ ഓത്തു മലായിക്കത്തുക്ക് വല്ലാത്ത സുമധുരമാണ്, വല്ലാത്ത അനുഭൂതിയാണ്. ഖുർആൻ ഓതറോടെല്ലാം മലായിക്കത്തുങ്ങളെ വല്ലാത്ത സമ്മേളനം നടക്കൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ വടിപ്പാട്ടിത്തണ്ട്. നല്ല ഖുർആൻ ഓത്താണ് മഖബറത്തിൽ നടക്കടെ. പിന്നെ അതിർട്ടിക്ക് നടക്കടെ എന്തിനാണ് മുഅ്മിനീങ്ങളെ? മഹാന്മാരെ മുട്ടം വന്നിട്ട് നിങ്ങൾ സിയാറത്താക്കട. എന്ത് കാണും സിയാറത്താക്കടെ? പരിശുദ്ധമായ ഖുർആൻ പടിപാടി തന്നില്ലേ? ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. നല്ല അമലാക്കി ജീവിച്ച മഹാന്മാർ അങ്ങനെ ജീവിതകാലത്ത് ഒരു ജമാഅത്തുക്കും മുടക്കം വന്നിട്ടില്ല, ഒരു സുന്നത്തുക്കും മുടക്കം വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എല്ലാ സുന്നത്തുകളെയും ഫർദുറ പോലെ ബഹുമാനത്തിൽ കണ്ടിട്ടങ്ങാക്കിയാർ. അതുകൊണ്ടാണ് ഈ സ്വാലിഹീങ്ങ ഇത്രയും വലിയ ഔലിയാക്കന്മാരായി തീർന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടി തന്ന് ഒരാൾ സുന്നത്തിങ്ങനെ ധാരാളം എടുക്കുമ്പോ അവന്റെ കൈ പടച്ച റബ്ബാവുട, അവന്റെ കണ്ണ് പടച്ച റബ്ബാവുട, അവന്റെ കാത് പടച്ച റബ്ബാവുട. മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വഅർജുലാ വസംഅ മിൻഹു ثم عينا باصرا اي مثل ذلك في المطالب هرولا. ധാരാളം സുന്നത്തുങ്ങ ശ്രദ്ധിച്ച് എടുക്കുമ്പോ ആ മനുഷ്യൻ പടച്ച റബ്ബുടെ ഇങ്ങനെ സാമീപ്യം കിട്ടു. അല്ലാഹുടെ മുട്ടം എത്ര. അപ്പോഴാണ് അവന്റെ കണ്ണ് പടച്ച റബ്ബായി തീർന്നേ, അവന്റെ കൈ പടച്ച റബ്ബായി തീർന്നേ, അവന്റെ കാലുങ്ങ പടച്ച റബ്ബായി തീർന്നേ. ഞാൻ കേക്കട്ടാ മുഅ്മിനീങ്ങളെ, ഒരു 2Gയും 3Gയും 4Gയും 5Gയും എത്തിയിട്ടാവുമ്പോ ലോകത്തെ വിവിധ ഭാഗത്തിലുള്ള ദൃശ്യങ്ങൾ ലൈവായി കാണുക സാധിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ലോകത്തെ ഏത് ജീവുമില്ലാത്ത പടച്ച റബ്ബില്ലേ, ആ റബ്ബ് ഒരാളെ ഏറ്റെടുത്താണ്ട് കണ്ടെങ്കിൽ ദൂരത്തിലുള്ളത് കാണേണ്ടത് ഒരു വലിയ പ്രശ്നമല്ല. കാരണം അൺലിമിറ്റഡ് ആയിട്ടുള്ള ചില ജീങ്ങ വന്നപ്പോ ദൂര ആൾമാരെ ലൈവായി കാണുക സാധിക്കട്, ടെലികോൺഫറൻസ് നടത്തുക സാധിക്കട്, മെസ്സേജ് ആക്കുക സാധിക്കട്, സാധനം എത്തുപാട്ടുക സാധിക്കട്, മിനിറ്റുകളെ കൊണ്ട് ഓരോ രാഷ്ട്രത്തിൽ എത്തിപ്പെടുക സാധിക്കട്. ഓ മുഅ്മിനീങ്ങളെ, ലിമിറ്റഡ് ആയിട്ടുള്ള ദുനിയാവിലും ഇതെല്ലാം സാധിക്കുന്നുണ്ട് കണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയ പടച്ച റബ്ബുകു ഒരാൾക്ക് ശക്തി കൊടുക്കുക അൺലിമിറ്റഡ് ആയിട്ട് തീരാണ്ടുണ്ടോ? അത് ചോദ്യം ചെയ്യരുത്, പടച്ച റബ്ബുടെ ശക്തിയുടെ ചോദ്യം ചെയ്യലല്ലേ. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിയോണ്ടിരിക്കുമ്പോ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹയുടെ ഇസ്ലാമിക പ്രചരണത്തിന് യുദ്ധവുമായി കടത്തിയപ്പോ നഹാവന്തിലുള്ള 1000 കിലോമീറ്റർ ദൂരമുള്ള നഹാവന്തിലുള്ള സാരിയ റളിയല്ലാഹു അൻഹയുടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബല്യാസയുടെ ജുമാ ഖുതുബ ഓതിയോണ്ടിരിക്കുമ്പോ സാരിയ റളിയല്ലാഹു അൻഹു 1000 കിലോമീറ്റർ ദൂരമുള്ള ഇസ്ലാമിയുടെ കമാൻഡറെ വിളിച്ചു ചെന്നില്ലേ, യാ സാരിയ, യാ സാരിയ, അൽ ജബൽ, അൽ ജബൽ, സാരിയ, പർവ്വതത്തെ ഭാഗൊന്നു ജാഗ്രത ആക്കണു സാരിയ, അതിന് പിന്നാലെ നിന്റെ അറ്റാക്ക് ആക്കൂ, ശത്രുങ്ങ വന്നുകൊണ്ടുള്ള സാരിയ. മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്തുകൊണ്ട് സാധിച്ചിട്ട്? ഔലായിക അല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ശുഹദാഇൽ പെട്ട മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മഹാൻ 1000 കിലോമീറ്റർ ദൂരമുള്ളൊരു സംഗതി ലൈവായി കണ്ടുകൊണ്ടുണ്ടു. കണ്ടെങ്കിൽ മയ്യ, ഇപ്പുറം ചെന്നെങ്കിൽ അപ്പുറം കേക്കണ്ടേ. അപ്പുറത്തുള്ള ആളും വലിയാണ്, സാരിയയാണത്. സാരിയകും കേട്ടോണ്ടുണ്ട് മുഅ്മിനീങ്ങളെ.
ഇതാണ് സ്വഹാബത്ത്, ഇതാണ് വലിയ. ഒരു മനുഷ്യൻ ഒരു സുന്നത്തും വിടാണ്ട് എടുക്കുമ്പോൾ അവന് ഏറ്റവും വലിയ പവർഫുൾ ആളായി തീർന്ന. എന്ത്? അവന്റെ കണ്ണുകൊള്ള ശക്തിയും കൈകൊള്ള ശക്തിയും. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിൽ എത്ര സ്വഹാബത്ത്, ഔലിയാക്കന്മാരിൽ എത്ര ഔലിയാക്കന്മാരാണ് ഇങ്ങനെ തടയി കൊടുത്തെങ്കിൽ സുമറായി പോയിത്ത്, വേണ്ടാണ്ടങ്ങളെ നാവ് കൊണ്ട് ചെന്നെങ്കിൽ സുമറായി പോയിത്ത്. അടുത്ത കാലത്ത് എത്ര മഹാന്മാരാണ് കഴിഞ്ഞു പോയിടെന്ന് നോക്കൂ. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങൊന്ന് ഊതി തന്നെങ്കിൽ ആ തന്നെ കുടിച്ചിട്ട് എത്ര ആൽമാർക്കാണ് ശമനം കിട്ടേ. അതല്ലേ കമ്മംബറാത്ത് വസ്വിബൻ ബില്ലംസി റാഹതുഹു وأطلقت ريبا من ربقة اللمم. എത്ര രോഗികളെയാണ് നബിയെ തങ്ങളെ കൈ ഇങ്ങനെ തടകിട്ടാകുമ്പങ്ങളെ രോഗം ശമനമായി കിട്ടിയേ. എത്ര ആൽമാര രോഗമാണ് ശമനമായി കിട്ടിയേ. കണ്ണ് പുറത്തു വന്ന സ്വഹാബത്തിനെ കണ്ണ് ഉടകി വെച്ച് കൊടുത്തില്ലേ. വിഷം വലിച്ച സ്വഹാബത്തിനെ വിഷം നിങ്ങളെ തടകി കൊടുത്തില്ലേ. സുബ്ഹാനല്ലാഹ്. പിറാന്ത് പിടിച്ച ആൽമാരെ പിറാന്ത് കൈക്ക് തലക്ക് കൈ വെച്ച് കൊടുത്തില്ലേ. അത് ശമനമായി പോയില്ലേ. അങ്ങനെ സുന്നത്തുങ്ങ പാലിച്ച് ജീവിക്കണ സകല സ്വാലിഹീങ്ങം അവനുള്ള ഏറ്റവും വലിയ പവറാണ് അള്ളാഹു കൊടുക്കുന്ന പവർ. അത് കതിർ നിശ്ചയിക്കുക സാധ്യമല്ല. അതൊക്കെ മരണം കണക്കാണ്, ഹയാത്തും കണക്കാൻ. ലാ തൻഖതിഉ കറാമത്തുൽ ഔലിയാഇ ബിൽ മൗത്ത്. മരണത്തോടു കൂടെ സകല ഔലിയാക്കന്മാരെ കറാമത്ത് മുറിഞ്ഞു പോണ്ടതല്ല. സുബ്ഹാനല്ലാഹ്. അതൊക്കെ മരണവും കണക്കാണ്, ഹയാത്തും കണക്കാണ്. മുഅ്മിനീങ്ങളെ, മരണം എല്ലാവർക്കും നിർബന്ധമായതുകൊണ്ടും ഈ ദുനിയാവിടെ തൊട്ട് പിരിഞ്ഞു പോയാറല്ലാണ്ട് അങ്ങ് അള്ളാഹുടെ മുന്നിൽ സജീവമായിട്ടുള്ള പടച്ച റബ്ബുടെ മുതൽ അങ്ങ് സജീവമാണ്. മുഅ്മിനീങ്ങളെ, ആ തെറിലാണ് നിങ്ങൾ എല്ലാവരും അള്ളാഹു നിലനിപ്പാട്ടി തരട്ട്. ചെറിയ വിഷയങ്ങൾ തന്നെ പലക്കം നാ നിപ്പാട്ട. പിന്നൊരു തർക്കമുള്ള വിഷയമാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും പള്ളിക്ക് പോണ്ട, എല്ലാവരും ജുമാ നിസ്കരിക്കട, എല്ലാവരും ജമാഅത്ത് നിസ്കരിക്കട. ആ ജുമാഅങ്ങം ജമാഅത്തും എല്ലാം സ്വഹാബത്തുങ്ങ കാട്ടിത്തന്ന തെറിലാണുള്ള. മുഅ്മിനീങ്ങളെ, എത്ര സ്വഹാബത്ത് ഇന്ത്യത്തേക്ക് ബന്ത്, എത്ര സീനത്ത് ബക്ഷി പള്ളി നോക്കൂ, കൊടുങ്ങല്ലൂർ പള്ളി നോക്കൂ, മാലിക് ദീനാർ പള്ളി നോക്കൂ. ഉണ്ടാക്കിയത് ആരാണ്? അതൊരു ബാക്കിലുള്ള സ്വഹാബത്താണ്. ഈ വന്ന സ്വഹാബത്ത് അങ്ങ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അങ്ങളെ കൂടെ അങ്ങളെ പെഞ്ഞായിമാരെ വിളിച്ചോണ്ട് വന്നില്ല. ആ പള്ളിക്ക് പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നില്ല. ജുമാ നിസ്കരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ജുമാഅത്ത് ഖുതുബ ഓതുമ്പോ അവിടെ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ അങ്ങ് ഓതിയില്ല. അർത്ഥം അവിടെ അങ്ങ് ഉള്ളഹാറ ഇല്ലേ, അത് നോക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നില്ലേ, അതെ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി വഹുവ യഖ്തുബു ബിൽ അറബിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നതാണ്. നാൻ എങ്ങനെ ഇബാദത്ത് എടുത്ത് കാട്ടിട അതുപോലെ എടുത്താമേ. അതൊക്കെ പ്രസംഗാക്കോ നിൽക്കണ്ടാണ്ട്, ഓവറാക്കോ നിൽക്കണ്ട. നാണെങ്ങനെ ആക്കിട അങ്ങനെ ആക്കിയമേ. ഒരു ഓവർടേക്ക് സാധാരണ ഒരു ഈ ഗവൺമെൻറ് ബസ് ഫാസ്റ്റ് പോയിട്ടിരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ഫാസ്റ്റ് പോയിട്ടിരിക്കുമ്പോൾ ಬೇರೊತ್ತು ಆಕ್ಟಿವ್ ಅವನ ಸ್ಪೀಡ್ ಎಂಬೋ ಅಲ್ಲೇ ಅವನ ലാസ്റ്റ് സ്പീഡ് ചെയ്യുമ്പോൾ 100 പോയിണ്ടല്ലോ ബസ്സിൽ ഓവർടേക്ക് ആക്കുക പണ്ടേ ആക്റ്റീവ് തങ്ങിക്കിടാറ്. അവൻ്റെ ടയറും ശരിയെ അവൻ്റെ ഗാഡിയും ശരിയെ. അതൊക്കെ ഒരു അഹങ്കാരം ചൊല്ലാറ്, പിറാന്തും ചൊല്ലാറ്. ചിലപ്പോൾ വന്നിട്ട് പുള്ളിയുടെ ടയർ റെഡിക്കായിട്ടിരിക്കും. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. ഇങ്ങനെ ഓവർടേക്ക് ആക്കേണ്ട ബുദ്ധിയുണ്ട്. ഈ ഓവർടേക്ക് എന്തും വേണം. നാണെങ്ങനെ ഈ ഭാഗത്ത് എടുത്തരാ അതുപോലെ ഈ ഭാഗത്ത് എടുത്തെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ ഖുതുബ ഓതി ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അറബി ഭാഷയിൽ ഓതിയെങ്കിലും സ്വഹാബത്തായ സകല സ്വഹാബത്തും ഒരു വേള ദച്ച ആൽമാർക്ക് അർത്ഥാവനും ചൊല്ലി അത്രമാത്രം ബോധവും പിന്നെ അത്രമാത്രം പ്രജ്ഞയുമില്ലാത്ത ആൽമാരല്ല സ്വഹാബത്തുക. അങ്ങനെ ഉണ്ടുണ്ട് കണ്ടെങ്കിൽ ആ വന്നിട്ട് ഇസ്ലാം പടിപാട്ടുമ്പോൾ ഒരാളുടെ ചൊല്ലാൻ താർ ഇതല്ല നിങ്ങളെ റായത്തങ്ങ ബാരിങ്ങല്ലേ ബാരലെ നീನು ഓതലാൻ ചൊല്ലാൻ താർ ഒരുത്തർ ഖതീബായിട്ടാക്കാൻ താറങ്ങ അങ്ങ് പടിപ്പാടിയിട്ട് അങ്ങനെ പോകല്ലെന്ന്. ആ സ്വഹാബത്തുങ്ങ ഖുതുബ അറബിയിൽ ഓതിയാറ്. സ്വഹാബത്തിൽ പിന്നെ വന്ന സർവ്വ ആലിമീങ്ങം അങ്ങനെ ശിഷ്യന്മാരായ സർവ്വ ആലിമീങ്ങം ചരിത്രത്തിലില്ല അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയത്. അറബി ഭാഷയിലെ ഓതിയതായിട്ടാണ്. ഇണ്ട് തോല് മൈക്കാലത്തെ പള്ളിക്ക് ചൊല്ലകുള്ളേ, ഇണ്ട് തോല് മാലിക് ദീനാർ പള്ളിക്ക് ചൊല്ലകുള്ളേ, ഇണ്ട് തോല് കൊടുങ്ങല്ലൂർ പള്ളിക്ക് ചൊല്ലകുള്ളേ. സുബ്ഹാനല്ലാഹ്. ഒരു സ്വഹാബത്തും ഒരു താബിഈയും ഒരു ആലിമുമാക്കാത്ത റൂട്ടിലങ്ങ് പോണ്ടാണ്ട് കണ്ടെങ്കിൽ അത് ഏതല്ല മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഈ 4 ആൽമാരെ കൂട്ടത്തിൽ അങ്ങ് പെടുക സാധ്യമല്ല. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു വേള ഈ റൂട്ട് തപ്പിട്ടെടുത്ത് പോയാണ്ട് കണ്ടെങ്കിൽ എന്തൊരു അതിന്റെ പരിണാമം എന്തിന്? പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്നു, മൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ.
ദീന്റെ സകല വിഷയങ്ങൾ പഠിച്ച, മദ്രസ കാലത്തിൽ പഠിച്ച, ദർസ് കാലത്തിൽ പഠിച്ച, അല്ലെങ്കിൽ റായത്തിൽ കണ്ടുവന്ന ആദത്തുകളെ കണ്ടിട്ട് പഠിച്ച, ഇതെല്ലാം മനസ്സിലായാൽ പിന്നെ ഒരാൾ നബിതങ്ങളെ മുന്നൊരു എതിർ കാട്ടാണ്ട് കണ്ടെങ്കിൽ കഞ്ഞിപോയ സ്വഹാബത്ത് നടന്ന തെരുളല്ലാണ്ട് നടക്കിടാണ്ട് കണ്ടെങ്കിൽ ജഹന്നം അവനാക്കിയോണ്ടുള്ള സ്വരം അവണുങ്ങ വിട്ടുകൊടുക്കുക. അവണു നാലെത്തിപ്പെട്ട ജഹന്നമുക. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, പണ്ട് കാലത്തെ മുനാഫിഖീങ്ങളെ നിസ്കാരത്തിൽ കുറവിന്ത നാണ് പാട ചൊന്നില്ല. വൈബിന് സലൂലു അത് അവൻ ചൊന്നനാണ് വിശ്വസിച്ചാണ്ട് ചൊന്നറ. സക്കാത്ത് കൊടുക്കടാണ്ട് ചൊന്നവനാണ് അവണു. പണ്ട് കാലത്തെ മുനാഫിഖീങ്ങളെ നിസ്കാരത്തിൽ കുറവില്ലെന്ന്, താടിയെന്നും കുറവില്ലെന്ന് പൊക്കുലു തോലു താടിയുന്ന മുനാഫിഖീങ്ങയിന്നാറ്. സുബ്ഹാനല്ലാഹ്, റമദാൻ വന്നെങ്കിൽ നോമ്പ് നോക്കടെ മുനാഫിഖീങ്ങയിന്നാറ്. എന്തുക ചൊല്ലനു? റായത്തിലൊരു പള്ളി കെട്ടകും ആ മുനാഫിഖീങ്ങ മുമ്പന്തിയിലാണ്. ആ പള്ളിയുടെ വകയാണ് ഖുർആൻ ചെന്നോണ്ടുള്ളേ. മസ്ജിദുൽ ദിറാറാണത്. ആ പള്ളിയുടെ വക ഖുർആൻ നബി തങ്ങളുടെ പരിപാടി കൊടുത്തു. ലാ തഖുമു ഫീഹി അബദാ. ആ പള്ളിയിൽ പോയി നബിയെ എനിക്കണ്ട. അത് നിസ്കരിക്കുക പറ്റിയ പള്ളിയല്ല. പേരിലൊരു ജുമാ മസ്ജിദ് ഉണ്ടിക്കൂ, പേരിലൊരു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മസ്ജിദ് ഉണ്ടിക്കൂ, പേരിലൊരു ആയിഷ പള്ളി ഉണ്ടിക്കൂ. ഓ നബിയെ, നിസ്കരിക്കുക പറ്റിയ പള്ളിയല്ല. നിസ്കരിക്കുക പറ്റിയ പള്ളി ഏത് കൊണ്ടുണ്ട് നബിയെ? ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ. പടച്ച റബ്ബുടെ പേടിച്ചിട്ട് നിർമ്മാണമാക്കിയ പള്ളി കൊണ്ട് അല്ലാഹു 5 വഖ്ത് നിസ്കരിക്കണ്ടേ, ശുദ്ധിയായി നിസ്കരിക്കണ്ടേ, ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കണ്ടേ, നല്ലൊരു പക്കത്ത് നിസ്കരിക്കണ്ടേ. ചൊല്ല ബോധത്തിൽ നിർമ്മാണമാക്കപ്പെട്ട പള്ളിയില്ലേ? ഓ നബിയെ, അഹഖു അൻ തഖൂമ ഫീഹി. ആ പള്ളിയിലാണ് നബിയെ പോയി ജമാഅത്ത് നിസ്കരിക്കാനായത്. എന്തേ കാരണം? ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ. ആ പള്ളിയുടെ ക്വാളിറ്റിയായി ഖുർആൻ ചെന്നത്. ആ പള്ളിയിൽ ആണിങ്ങാണുള്ളേ, പെണ്ണിങ്ങ അല്ല. ജമാഅത്തും ജുമാഅത്തുക അതേ ആണുകാണ് ഫർള് കിഫായ ആയിട്ടുള്ളേ, ആണുകാണ് ഫർളായിട്ടുള്ളേ, പെണ്ണുക ഫർളല്ല. അതുകൊണ്ടാണ് ഖുർആൻ ആ പള്ളിയുടെ മഹത്വം ചൊല്ലുമ്പോൾ ഫീഹി റിജാൽ, ആണിങ്ങ ഉള്ള പള്ളിയാണത്, പെണ്ണിങ്ങ ഉള്ള പള്ളിയല്ല. ഇതിനെയും വ്യാഖ്യാനിച്ചിട്ട് എത്ര മുഫസ്സിരീങ്ങളാണ് ചൊന്നേ. ഈ ആയത്തിൽ വലിയൊരു തെളിവ് കിട്ടുക. എന്തിന്റെ തെളിവാണ്? പെണ്ണുങ്ങളെ ജമാഅത്ത് ഗബേനായിട്ട് ജുമാഅത്ത് ഗബേനായിട്ട് പള്ളിക പോണ്ടത് നല്ല സ്വരമല്ല നബിയേ. അതുകൊണ്ട് ആ പള്ളിയിലാണ് നിസ്കരിക്കണായേ. അൽഹംദുലില്ലാഹ്, അതൊക്കെ ഭാഗ്യം കിട്ടിയാൽ മാറാണ്. എത്ര വർഷമായിട്ട് കുതിരുള്ള പള്ളിയിൽ ആണിങ്ങ മാത്രം നിസ്കരിക്കുക തുടങ്ങിയിട്ട് ഇത്ര കാലം വരെ ഞങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടുള്ള അല്ലാഹു നമ്മ തന്ന ഭാഗ്യമാണ്. സ്വഹാബത്ത് അങ്ങനെയാണ് നിസ്കരിച്ചത്, അയിമ്മത്ത് അങ്ങനെയാണ് നിസ്കരിച്ചത്, സർവ്വ സ്വാലിഹീങ്ങൾ നിസ്കരിച്ച അതുപോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉള്ള തെറു തപ്പി പോയിട്ടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈ തെറു ഞങ്ങൾ ഭദ്രമാക്കിയിട്ട് നിപ്പാടട്ട്. മുഅ്മിനീങ്ങളെ, ഇനി ബറക് പോണ്ട തറാവീഹാണ്, റമദാൻ തിങ്കളാണ്. തറാവീഹ് സുബ്ഹാനല്ലാഹ്. ചിലപ്പോ ഒരു സ്വഭാവമുണ്ട് സുന്നിയല്ലാത്ത ആൽമാർക്ക്, അങ്ങോട്ട് പറ്റാത്ത ഒരു വിഷയം സ്വഹാബത്തിൽ ആരെങ്കിലും ചെന്നിട്ട് ഇന്നാറുണ്ട് കണ്ടെങ്കിൽ അത് അയാളല്ലാക്കി നബിതങ്ങളാക്കിയിട്ടില്ലല്ലേ, നബിതങ്ങളാക്കിയിട്ടിരുന്നെങ്കിൽ സ്വഹാബത്താക്കിയിട്ടില്ലല്ലേ, ഇനി നബിതങ്ങൾ സ്വഹാബത്താക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ ചെന്നിട്ടില്ലല്ലേ. ഇങ്ങനെ കംപ്ലീറ്റ് തടി വെച്ച വാക്കടെ സ്വറ ഉഡ്ര മുങ്ങിട്ട് ഔഡ്രനിക്കിടെ, അവിടെ മുങ്ങിട്ട് ഉഡ്രനിക്കിടെ മീന്തുമ്പോ കാണുകുത്തിയ ആൽമാർ അവിടെ അവിടെ മുങ്ങുടെ സ്വറാണ് പലപ്പോഴും തെരുത്തപ്പാട്ട് കുബേനായിട്ട് ആൽമാർ നടത്തുന്നത്. അള്ളാഹു ഞങ്ങളെ ഷറുടെ തൊട്ട് കാക്കട്ടെ. തറാവീഹ് സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ നിസ്കരിച്ചിറായില്ലേ, നിസ്കരിച്ചിട്ട് ചൊല്ലതാണ് പരിശുദ്ധമായ ഹദീസിൽ മനസ്സിലാവിടെ. നബി തങ്ങൾ ആദ്യകാലത്ത് നിസ്കരിച്ചിട്ട് ഒരു വേള ഫർളായി പോണ്ടാ ചൊല്ല് മേടിച്ചിട്ട് നബി തങ്ങൾ എന്തായില്ല, മൂന്നാമത്തെ നാലിൽ പിന്നെ നിസ്കരിക്കൊക്കെ പുറത്ത് വന്നില്ല. എന്തേ? ഈ തറാവീഹ് നിസ്കാരത്തെ നേതൃത്വം കൊടുത്തേണ്ട കണ്ടെങ്കിൽ സ്വഹാബത്തുങ്ങളെ വല്ലാത്ത ഇൻട്രസ്റ്റിൽ നിസ്കരിക്കുന്ന ആൾമാരാണ്. സ്വഹാബത്ത് ഞങ്ങളെ പോലെ ബച്ചാലിങ്ങല്ല, അങ്ങ് കാല് ബിസിനസ് ചിന്തിക്കണങ്ങല്ല, എപ്പോൾ നോക്കിയാലും നിസ്കാരവുമായി വല്ലാത്ത ടേസ്റ്റ് പിടിച്ച മനുഷ്യന്മാരാണ്. ഇങ്ങ ഒരു വേള ഞാൻ നിസ്കരിക്കുമ്പോൾ രണ്ട് ബാക്കിൽ നിസ്കരിച്ചേണ്ട കണ്ടെങ്കിൽ പടച്ചറബു നാളത്തിനാൽ ഫർളാക്കിയുടെ സാധ്യതയുണ്ട്. ഒരു വേള ഫർളാക്കിയെങ്കിൽ എൻ്റെ ഉമ്മത്തിൽ പലരും പെട്ടുപോവാറ്. അതുകൊണ്ട് അല്ലാഹ് റഹ്മത്തുൽ ആലമീൻ
ഔത്തുൽ നിസ്കരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് മുഅ്മിനീങ്ങളെ. പിന്നെ ഞാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലം വരുമ്പോൾ കുറെ ആൽമാർ റമദാന്റെ കാലത്ത് ഇങ്ങനെ അവിടെ നിസ്കരിക്കുന്നത് കണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചിട്ട് ഇങ്ങനെ വേറെ വേറെ നിസ്കരിച്ചെങ്കിൽ ആവല ബാവ ഇതൊന്നും ഞങ്ങൾ ഒട്ടാക്കണം, ഇതൊരു ജമ്മാക്കണം, കൂട്ടാക്കിയിട്ട് അത് ചന്ത ഇത് അവിടെ നിസ്കരിച്ചുകൊണ്ട് പോകേണ്ട ഇതെന്തിന് ചന്ത കാണില്ല. വേറെ വേറെ സിംഗൽ നിസ്കരിക്കേണ്ടത് എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിസ്കരിക്കേണ്ടതിനെ സ്നേഹിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ ഇമാമാക്കിയിട്ട് അയാളെ ബാക്കിൽ എല്ലാവരും നിസ്കരിക്കുക ചെന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് നടപ്പിലാക്കിയ തറാവീഹിന്റെ റക്അത്ത് എത്ര കൊണ്ടുണ്ടോ നിങ്ങൾക്ക്? 20 റക്അത്ത് തറാവീഹാണ്. ഒരാളും ആ വിഷയത്തിൽ സംശയമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണും സകല സ്വഹാബത്തും ദ്വാർന്നു കൊടുത്ത്. ഈ സ്വഹാബത്ത് ചില്ലറ ആൽമാരല്ല, റളിയല്ലാഹു അൻഹും റളു അൻഹു. ഈ സ്വഹാബത്ത് ഒരു വേള ആക്കിടത് ബിദ്അത്ത് ഉണ്ട് കണ്ടെങ്കിൽ, ഈ സ്വഹാബത്ത് ആക്കിടത് തപ്പായ കാര്യാണ്ട് കണ്ടെങ്കിൽ പടച്ചറബ് അങ്ങളെ ಬಗ್ಗೆ ഇഷ്ടപ്പെടല്ലെന്ന് അങ്ങളെ ಬಗ್ಗೆ ഖുർആൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു പോയിട്ട് റളിയല്ലാഹു അൻഹും റളു അൻഹു അല്ലാഹ് പൊരുത്തപ്പെട്ട ആൽമാരാണങ്ങ. ഉമർ ഇബ്നുൽ ഖത്താബ് തറാവീഹിന്റെ ജമാഅത്ത് റമദാന്റെ ജാവക ഇങ്ങനെ നിപ്പാടിട്ടാവുമ്പോ സർവ്വ സ്വഹാബത്തും കൈമേലൊയ്ത്തിട്ട് ദുആർനാർ അല്ലാഹ് നവ്വറല്ലാഹു ഖബറ ഉമറ കമാ നവ്വറ മസ്ജിദനാ ബിസേ. ആ ഉമറുടെ ഖബർ നീ പ്രകാശിപ്പിക്കുന്നു അല്ലാഹ്. മുഅ്മിനീങ്ങളെ, സർവ്വ സ്വഹാബത്തും ഇത് അംഗീകരിച്ചാൽ ഒരു സ്വഹാബത്തും ഇതെന്താക്കിയില്ല, നെഗ്ലക്ട് ആക്കിയില്ല, ഡിസഗ്രി ആക്കിയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു കോമിക്ക് കേൾക്കണം, അതേ ടൈമുൽ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിൽ പെടാത്ത ആൽമാർ അങ്ങ് ഇണ്ടും നിസ്കരിച്ചുകൊണ്ടുള്ള 8 റക്അത്താണ്. എവിടെ കാണ തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടുള്ളേ, എവിടെ കാണ തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടുള്ള കൊന്തുണ്ട കഅബ ഉള്ള മക്കത്ത് ആണ്. ആ കഅബ ഉള്ള മസ്ജിദുൽ ഹറാമില്ലേ, അവിടെ ഉള്ള നിസ്കാരമാ. ഇങ്ങ തിരിഞ്ഞ് നിൽക്കുന്ന ജാഗമില്ലേ, അവിടെ ഉള്ള നിസ്കാരമാ. 20 റക്അത്ത്. വല്ലാത്ത വിപര്യാസം. ഇവിടെ കിബിലാക്ക് മുന്നിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിലെ തറാവീഹ് 8 ഓരോരുത്തരെ കൈക്കാൽ ബലിക്കിട ബലിയൽ നോക്കണം. ടയർ കെട്ടിയ ബലാണ് പള്ളിയുടെ പുറത്ത് കൊണ്ട് ഒരു വാട്ട നിങ്ങൾ ദൂറൽ അല്ലാഹു അങ്ങളെയും ഹിദായത്താക്കണം. ഈ ഒരു ദുരന്തമായ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടേണ്ട കണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ഞങ്ങളെല്ലാവരും സ്വർഗത്തുക്ക് പോകുള്ള ആൽമാരാണ്. ഒരു മനുഷ്യനും നരകത്ത് കടന്നു പോകും. തീരാ ബോധമുണ്ടാവണം നമുക്ക്. ഈ കിബിലാക്ക് മുന്നിട്ടിട്ടോ നിസ്കരിക്കുന്ന 8 റക്അത്ത് വലിയ താടിയും മുട്ടിട്ടു പൊക്കുള്ള കീലും ഇങ്ങനെ കൈ കെട്ടിട്ട് പോണ്ട ഭയങ്കരമായ നിസ്കാരം. അല്ലെങ്കിൽ നെഞ്ഞിന് മേലെ ഹാർട്ടഞ്ഞ് തപ്പിപ്പോവാ പമ്പ് അവിടെ ചൊല്ലി പേടിയാനോ ഉണക്കും. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കുമ്പോൾ ഓൻ മുന്നിട്ട് ജാഗം മറന്നറ. എവിടെ? കായബത്തുക മുന്നിട്ടാണ് നിസ്കരിച്ചുകൊണ്ടുള്ളേ. ആ കായബത്തുക മുന്നിട്ടിട്ട് ഇനൊരാവിടെ ഒരാൾ നിസ്കരിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമലും മസ്ജിദ് ആ ഹറാമുടെ ഇമാമു അയാളെത്ര നിസ്കരിച്ചുകൊണ്ടുള്ളേ? 20. ഓനെത്ര? 8. ഇതിലെത്ര വലിയൊരു തമാശ വേറെ ഏതെങ്കിലും ഉണ്ടാ? അപ്പൊ നിസ്കരിക്കുമ്പോൾ പല്ല് കടിച്ചിട്ട് നിസ്കരിച്ചുകൊണ്ടുള്ളേ. ഈ കായബത്ത് നിസ്കരിക്കുമ്പോൾ ഔഡ്രാൽമാർ 20ഉം 408ഉം നമ്മുടെ ബാക്കിലുള്ള 8ഉം. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു ഞങ്ങളെ കാക്കട്ട്. ഒരു കാലത്ത് 20 ഇൻതിങ്ങും ഇങ്ങനെ പിന്നെ റെഡ്യൂസ് ആക്കിക്കൊണ്ടും യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആൾമാർ മനസ്സായ പോലെ ബച്ചൽ തെല്ല് യാറായിട്ടുണ്ട് കണ്ടെങ്കിൽ കൊറോടി നല്ല ഉന്മേഷം ആക്റ്റീവൽ ഉണ്ടുണ്ട് കണ്ടെങ്കിൽ അപ്പമേ എഴുതി വിട്ടുറാറ്. ഇനി മുതൽ 20 റക്അത്ത് പണ്ട് 20 തിങ്ങും തൽ ബച്ചൽ യാറായപ്പോൾ ഈ നോം തരക്കിടത്തിൽ യാറായിട്ടാവുമ്പോൾ സമൂസം വന്നിട്ടാവുമ്പോൾ പിന്നെ ജണ്ട് പിന്നെ പയമ്പുരിയും വന്നിട്ടാവുമ്പോൾ ആ ബച്ചൽ മെന്നിടെ ബസയിൽ പോയിട്ടാകുമ്പോൾ ഒരു ബച്ചലിക്കിടല്ലേ ആ ബച്ചൽ വേണ്ടിയിട്ട് 8 ആക്കിയാറ് 8 തീന്തവിടെ. പിന്നെ 8 6 തുടങ്ങും വന്നിട്ടില്ല. ഇടക്കാറ് 10 എന്നുപോലത്തെ വിഷയമുണ്ട്. എന്തായാലും 20 ഫസ്റ്റ് കിന്തിങ്ങും പിന്നെ 8 ആയിട്ട് പിന്നെ ഇടക്കാറ് 10 ആക്കിയാറുള്ള വിഷയമുണ്ട്. എന്തായാലും കേട്ട് സ്വഹാബത്ത് നിസ്കരിച്ചത് 8 10 അല്ല 20 റക്അത്ത് തറാവീഹാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചത്. പിന്നൊരു സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ബഗ്ഗിയല്ലേ അല്ലാഹുവിന്റെ റസൂൽ പടിപാടി തന്നെ ഉസ്മാനും ഫിൽ ജന്ന, സ്വർഗത്തിലാണ് നന്റെ ഉസ്മാൻ. നക്ക് 3ാമത്തൊരു പെണ്ണിന്നെങ്കിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. ഉസ്മാനുള്ള മഹത്വമാണത്.
ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്ഥാപിച്ച ബാങ്കല്ലേ ജുമാഅത്തെ 2 ബാങ്ക്. ഇണ്ടും പലരും അതാക്കിയോണ്ടില്ല. കാരണം എന്തേ? അങ്ങ് എല്ലാവരും ചൊല്ലൊരു ന്യായമുണ്ട്, ഉസ്മാൻ ആക്കിയതല്ലേ. ഉസ്മാനായെങ്കിലാ അത് മാർക്കറ്റ ഉസ്മാനല്ല, മീണ്ട ഉസ്മാനല്ല, ഫ്രൂട്ട് വാനിയത്തെ ഉസ്മാനല്ല. ഉസ്മാനും ഫിൽ ജന്ന അൽ അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സ്വാർത്ഥം കേട്ട മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗത്തിലും ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊടുത്ത 2ാമത്തെ ഭാഗം നരകത്തിലും ആയി പിങ്ങളെ ഭാഷയിൽ. എന്തേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആക്കിയത് അതുകൊണ്ട് അങ്ങ് 2 ഭാഗം കൊടുക്കില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ആ സ്വഹാബത്ത് നടന്ന തെറിൽ വേനുണ്ടാണ് ഖുർആൻ ചെന്നുകൊണ്ടുള്ളേ. ആ തെറിലാണ് അൽഹംദുലില്ലാ ഇക്കാലം വരെ വേണ്ട വിടറും അങ്ങ് ബാങ്ക് കൊടുക്കൂടാറ്. അതേവിടെ കിബിലൊക്കെ മുന്നിട്ട് ബാങ്ക് കൊടുക്കൂടെ? ആ കിബില ഉള്ള ജാഗത്തിൽ ജുമാഅത്തിക്ക് എത്ര ബാങ്ക് കൊണ്ടു? ഹറം ഈ അടുത്ത് പോയ ചൊല്ലെ 2 ബാങ്ക് ഉണ്ട്. ഇങ്ങ കൊടുക്കൂടെ? കിബിലക്ക് മുന്നിട്ടാണ് ബാങ്ക് കൊടുക്കൂടെ? ഒരേ ബാങ്ക്. സുബ്ഹാനല്ലാ, കിബില ഉള്ള ജാഗത്തില 2 ബാങ്കുമുണ്ട്. അള്ളാഹു കൊടുക്കൂടെ ചില വിപര്യാസം കാണും, ദുരന്തം കാണും. അള്ളാഹു കാത്ത് സലാമത്താക്കട്ട്. നമ്മുടെ പല കമ്മിപ്പാട്ട മുഅ്മിനീങ്ങളെ എല്ലാത്തും ബേനായത് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളെ അൽമർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ എപ്പോഴും അവന് സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്. എപ്പോഴാണോ ഒരാളെ നിങ്ങൾ സ്നേഹിക്കടേ, ആ സ്നേഹിക്കുന്ന ആളെ ഭാഗ്യ നിങ്ങൾ നല്ല അറിഞ്ഞിട്ട് വേണം. അയാൾ നല്ല ആളാ അല്ല അയാൾ തെറുതപ്പി പോയ ആളാ. കാരണം ആ പലക്കം ചെന്നത് അസ്സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ചിലപ്പോൾ ബാനിങ്ങ നടക്കുകയായിട്ട്, ചിലപ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ ആയി കിട്ടുകയായിട്ട് നല്ല ബന്ധങ്ങൾ പലരട്ടുകയും ഞങ്ങൾക്കൂ. അഹ്ലുസുന്ന വൽ ജമാഅത്തുമല്ലാത്ത ആൽമാരായിട്ട് ബന്ധം കഴിക്കൂ. ചില ആൽമാർ ന്യായമായി ചൊല്ലലുണ്ട്. മുസ്ലിമീങ്ങളെ ഇങ്ങനെ ചിന്ന ഭിന്നമായി പോണ ഐക്യപ്പെടണ്ടേ? ഓ മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്താണ് ഐക്യ പ്രസ്ഥാനമാണത്. സുന്നത്ത് ചൊന്നെങ്കിൽ എന്തിനെയാണ് മുഅ്മിനീങ്ങളെ? സുന്നത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജമാഅത്ത് ചൊന്നെങ്കിൽ എന്തിനെയാണ് മുഅ്മിനീങ്ങളെ? ജമാഅത്തു സ്വഹാബ, നബിതങ്ങളെയും സ്വഹാബത്തെയും അംഗീകരിച്ച് ജീവിക്കുന്ന ടീമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിൽ ബണ്ട എല്ലാവർക്കും സ്വാഗതമാണ്, ഐക്യത്തിനും എപ്പോഴും പ്രോത്സാഹമാണ്. അതേ ടൈമിലോ ഈ ലോകത്തിൽ ഞങ്ങളെ മേൽ വലിയൊരു ആരോപാക്കിയാൽ മാറുള്ളാറ് കാഫിരീങ്ങ പോലും ഞങ്ങളെ മേൽ ആരോപമാക്കിയിട്ടില്ല, ക്രിസ്ത്യാനിങ്ങ പോലും ഞങ്ങളെ മേൽ ആരോപമാക്കിയിട്ടില്ല, യഹൂദിങ്ങ പോലും ഞങ്ങളെ മേൽ ആരോപമാക്കിയിട്ടില്ല. ഞങ്ങളെ മേൽ ഏറ്റവും ഞങ്ങൾ വെറുക്കൊരു ആരോപാക്കിയാറ് ഞങ്ങളെ കള്ള വിളിച്ചെങ്കിൽ ബേജാറാവല്ലെന്ത്, സാനീണ്ട് വിളിച്ചെങ്കിൽ ബേജാറാവല്ലെന്ത്, കള്ളു കുടിയാണ്ട് വിളിച്ചെങ്കിൽ ബേജാറാവല്ലെന്ത്. അതിറാണ്ട് വലിയൊരു തപ്പ്, അല്ല പൊറുക്കാത്ത തപ്പ്, അല്ല ഇഷ്ടപ്പെടാത്ത തപ്പ്, എക്കാലത്തും മാപ്പ് കിട്ടാത്ത തപ്പ് കുഫുരുടെ ഞങ്ങളെ മേൽ ആരോപനാക്കിയ ആൽമാരാര് ഈ ലോകത്ത് ഏറ്റവും ആദ്യമായി ഞങ്ങളെ കാഫിരീങ്ങ ചൊന്നിട്ട് മുദ്ര കുത്തിയ ആൽമാരല്ലേ ഇങ്ങ. ഓ മുഅ്മിനീങ്ങളെ, പലരും ഹജ്ജിക്ക് പോയപ്പാ ആ ഹജ്ജിക്ക് പോണ്ട ആൽമാരെ കൂട്ടത്തിൽ 30-40 അതിൽ 5 ലാഖ് ആൽമാർ മാത്രമാണ് മുസ്ലിമീങ്ങ, ബാക്കിയെല്ലാം മുശ്രിക്കീങ്ങ ചൊന്നിട്ട് ഫത്വ കൊടുത്ത ആൽമാരല്ലേ. ഇവിടെ ഉള്ള സകല മുസ്ലിമീങ്ങളെയും കാഫിറുടെ കണ്ണുകൊണ്ട് കാണ്ട ആൽമാരല്ലേ. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങുമായി കോംപ്രമൈസ് വേണ. അതുകൊണ്ടല്ലേ നബിതങ്ങൾ പരിപാടി തന്നെ ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ മുബ്തദിഈ വസലാത്ത മുബ്തദിഈ. പുതിയ പുതിയ ആശയവുമായി പണ്ട ആള് സകാത്ത് പടച്ച റബ്ബുക്ക് വേണ്ട, അവന്റെ നിസ്കാരം പടച്ച റബ്ബുക്ക് വേണ്ട, അവന്റെ ദുആ പടച്ച റബ്ബുക്ക് വേണ്ട. ഈ ഹദീസ്
കണ്ട ഒരു സൂചനയുണ്ട്. ഈ ലോകത്തിൽ ഖിയാമന്നാല് തോല് പണ്ട് മുബത്തദീങ്ങയില്ലേ, അങ്ങ് സ്വഭകന്മാരായിട്ടാണ് പണ്ടേ, താടിയും വെച്ചിട്ടാണ് പണ്ടേ, മടി കണ്ട് തോല് പാണ്ടിട്ടോണ്ടാണ് പണ്ടേ, 5 വക്ത് ജമാഅത്ത് നിസ്കരിച്ചോണ്ടാണ് പണ്ടേ, സുബ്ഹാനല്ലാഹ് നോമ്പ് നോക്കിയോണ്ടാണ് പണ്ടേ, സദഖ കൊടുക്കടോടെ അങ്ങ് മുമ്പന്തിയിലാണ്. പക്ഷേ അങ്ങളെ ഒരു ഇബാദത്തും സ്വീകാര്യമല്ല. ആരാണ് ചൊല്ലേ? മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, വഫീ കുല്ലി ഖൗലിൻ മഖബൂലുൻ വമർദൂദ്. ഓരോ മനുഷ്യന്മാർ ചൊല്ലതില് 100 റെഡിയായ ദിക്കില്ല, 100 തപ്പുകൊണ്ട് ചൊല്ലുകിക്കില്ല. എല്ലാ മനുഷ്യന്മാരതിലും തെല്ലെങ്കിലും തപ്പു കൈക്കിട്, തെല്ലെങ്കിലും സരി കൈക്കിട്. എല്ലാ പലക്കങ്ങം 100 ഓക്കെ അല്ല, എല്ലാ പലക്കങ്ങം 100 അതേ ഓക്കെ അല്ലാണ്ടുമല്ല. മുഅ്മിനീങ്ങളെ, എല്ലാരെ പലക്കത്തിലും തപ്പുമിക്കിട്, സരിയുമിക്കിട്. പക്ഷേ ഇല്ലാ ഫീ ഖൗലി സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കണ മനുഷ്യനില്ലേ, ആരാണത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യ ഒരു പലക ചൊന്തുകൊണ്ട് കണ്ടെങ്കിൽ അത് 100 ഓക്കെയാണ്, അതിൽ ഒന്നും തപ്പില്ല. ആ നബി തങ്ങളാണ് പടിപാടി തന്നരെ. ഈ ലോകത്തിൽ യൗമുൽ ഖിയാമത്തോല് പണ്ട് മുബ്തദിഈങ്ങ അങ്ങ് ബറുവാറ്, നിസ്കരിക്കുവാറ്, സദഖ കൊടുക്കുവാറ്, സകല നന്മങ്ങമാക്കുവാറ്. പക്ഷേ ഒരു ഇബാദത്തും സ്വീകാര്യമല്ല. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്ന ആൽമാരാരാവണ ചൊല്ല തീരുമാനം ഞങ്ങളെ കയ്യിലാണ്. കാരണം ഒരു പലക്കവും തപ്പാത്ത നേതാവാണ് ചൊല്ലേ. അൽമർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യ അവന് ഇഷ്ടം വെച്ച ആളെ കൂടെയാണ് ഇക്കടെ. എവിടെ? ആഖിറത്തില്. പടച്ച റബ്ബേ, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ ആക്കി തരണു അല്ലാ. നിങ്ങൾ ഈ മഹാന്റെ സ്നേഹിക്കട എന്ത് കാണ്? നാളെ ആഖിറം രക്ഷപ്പെടുകയാണ്. സർവ്വ സ്വഹാബത്തിനെയും സ്നേഹിക്കട രക്ഷപ്പെടുകയാണ്. ഒരു സ്വഹാബത്തിനെയും ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഞങ്ങൾ ദൂരിട്ടില്ല, ഒരു സയ്യിദരെയും ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഞങ്ങൾ ദൂരിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ ഭാഗ്യ സാധാരണ മനുഷ്യ ചൊന്നിട്ടാ, നബി തങ്ങളെ തടി ജീർണിച്ച് പോണ്ട് ചൊന്നിട്ടാ, നബി തങ്ങളെ തടി അതേ മണ്ണിൽ മണ്ണായി പോണ്ട് ചൊന്നിട്ടാ, ഇണ്ട് തോല് ഞങ്ങളെ നാവുൽ വന്നിട്ടില്ല. മുഅ്മിനീങ്ങളെ, എന്തേ കാരണ? ഞങ്ങൾ ഉള്ളത്തൊരു സുഭദ്രമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ ഭാഗ്യ കള്ളാ ചൊന്ന ആൽമാരാണിങ്ങ. ബിലാൽ ഇബ്നു റബാഹയുടെ ഭാഗ്യ പല ആരോപണാക്കിയ ആൽമാരാണിങ്ങ. പടച്ച റബ്ബേ, ഞങ്ങൾ നീക്കാക്കണു റഹ്മാനേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഏറ്റവും വലിയ സ്നേഹം പേനായത് നബി തങ്ങളെ കൂടെയാണ്. നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കട നാലുങ്ങ പറയുമ്പോ ഓ മുഅ്മിനീങ്ങളെ, സന്തോഷിക്കുള്ള പ്രയത്നം നടത്തുന്നു. കാരണം ആ സന്തോഷം കൊണ്ട് ഞങ്ങളാണ്ടിയാറ് സന്തോഷിക്കുന്നത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. നണ്ട കൊണ്ട് ഒരാൾ സന്തോഷിച്ചാണ്ട് കണ്ടെങ്കിൽ അവന്റെ കൊണ്ട് സന്തോഷിക്കൂ ഞങ്ങൾ റെഡിയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബിതങ്ങളെ മൗലിദിന്റെ ബഗ്ഗയും തമാശാക്കിയില്ലേ, നബിതങ്ങളെ നബിദിനാചരണ ബഗ്ഗയും തമാശാക്കിയില്ലേ. അത് വേള അതേ ടൈമിലു സ്വന്തം പാർട്ടിയുടെ സമ്മേളനങ്ങൾ പറയുമ്പോ, സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷയുടെ അതേ ബർത്ത്ഡേ നാലുങ്ങ പറയുമ്പോ, മരിച്ച നാലുങ്ങ പറയുമ്പോ, അതിന്റെ പേരിൽ ചണ്ട കൊട്ട് നടന്ന ആൽമാരല്ലേ, അതിന്റെ പേരിൽ വാദ്യ ഊതി നടന്ന ആൽമാരല്ലേ, അതിന്റെ പേരിൽ ആർക്കസ്ട്ര ആക്കി നടന്ന ആൽമാരല്ലേ. നബിതങ്ങളെ മഹബത്ത് വെച്ചിട്ട് നബിതങ്ങളെ സന്ദേശങ്ങൾ പ്രചരണാക്കൂ. ഞങ്ങളെ മുത്തുമൂമിനീങ്ങൊന്ന് തെരുളി ഇറങ്ങുമ്പോ ചില ആൽമാരെ മനസ്സൊന്ന് പെടച്ചു പോയിട്ട് ശിർക്ക് ചൊല്ല നാവുലോ അതേ ദിക്റിങ്ങ പറകു തുടങ്ങിയിട്ട് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, സന്തോഷ പ്രകടനങ്ങൾ പല നിരക്കുമില്ലേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയിട്ടല്ലേ സന്തോഷം ഉണ്ടാക്കിയിടേ. അബൂബക്കറിന് സിദ്ദീഖുള്ളതല്ല
എല്ലാം കൊടുത്തിട്ടല്ലേ സന്തോഷം തീർത്തരേ. ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമുക വേനായി ഹോറാട്ടാക്കിട്ടല്ലേ നബി തങ്ങളുടെ സന്തോഷം കാട്ടിയിടേ. സയ്യിദു ശുഹദാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുള്ള മഹബത്ത് കാട്ടിയത് യുദ്ധരണാങ്കണത്തിൽ മാംസപിണ്ഡമായി കിടന്നിട്ടല്ലേ മുഅ്മിനീങ്ങളെ. ഈ ലോകത്തങ്ങനെ സ്നേഹിച്ചാൽമാരത്തര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബി തങ്ങൾ മരണപ്പെട്ടപ്പോ മദീന വിട്ടുപോയില്ല. നക്ക് മദീനത്തിൽ വഫാത്താവന ചൊന്നു നിന്റെ ആളല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതേ ടൈമിൽ മുഅ്മിനീങ്ങളെ ബിലാൽ ഇബ്നു റബാഹ് അതേ മദീന വിട്ടുപോയില്ലേ. കാരണം മഹബത്തിന്റെ വേരിയേഷൻ ആണത്. ചില ആൽമാർ അവിടെ ഒന്നാവില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മദീന വിട്ടുപോകായില്ല. ബിലാൽ ഇബ്നു റബാഹ് മദീനത്തിൽ നിൽക്കുകയില്ല. നേരെ പോയത് ഹബശത്തുകാണ്. എന്തേ കാരണം? ഇന്നാണ് എന്റെ നബിയില്ലാത്ത മദീനത്തിൽ നണ്ടുകൊണ്ട് നിൽക്കുക സാധ്യമല്ല. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരിക്കുക നേരാവുമ്പോ അവിടെ കൂടെ നിന്റെ പെഞ്ഞായി ഇല്ലേ, ആ പെഞ്ഞായി വല്ലാത്ത ഉൾപ്പെടുക തുടങ്ങിത്ത്. വാ കർബാ വാ ബിലാലാ, ഓ നന്റെ ബിലാലെ വിട്ടുപോണ്ടമാ വല്ലാത്ത വിഷമമുണ്ട്. അവിടെയാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് മരിക്കോ കിടന്ന മഹാൻ ചൊല്ല ഫലക്കാം വാ ഫറഹ ഗദൻ അൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. നാളെ അതേ നന്റെ ഏറ്റവും ഇഷ്ടപാത്രമായ നബിതങ്ങളെ കാണുള്ളതാണ്. നബിതങ്ങളെ കൂടെ നിന്റെ സ്വഹാബത്തിനെ കാണുള്ളതാണ്. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ചെന്നിട്ടു ഈ ലോകത്തെ തൊട്ടുവിട പറഞ്ഞു പോയ മഹാനല്ലേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അവസാന ടൈം ആവുമ്പോ ശത്രുങ്ങ വന്നിട്ട് ബന്ധനാക്കിയില്ലേ, ഔത്തുൽ കിടത്തിയില്ലേ, ഒരു തന്നി പോലും കൊടുത്തില്ലല്ലേ, ചോറ് പോലും കൊടുത്തില്ലല്ലേ. നോമ്പുകാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് മുന്നിലും ഒരു ഗ്ലാസ് തന്നി പോലും ശത്രുങ്ങ വെച്ച് കൊടുത്തില്ലല്ലേ. ബിലാലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കിടന്നില്ലേ. അണ്ട് ജാബു ഞങ്ങളെ കൂടെ നിങ്ങൾ നാളെ നോമ്പ് തുറക്കിടാറാ. കേക്കിടതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധം വെച്ചോകല്ലേ മുഅ്മിനീങ്ങളെ, ബന്ധങ്ങ തരിടേ. ബന്ധം വെച്ചോകല്ലേ മഹബത്തിലെ ബന്ധങ്ങ കൊന്തിക്കിടേ, അതിലെ മഹത്വങ്ങ കൊന്തിക്കിടേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പിറ്റാണ്ട് സുബൈയുടെ ബാങ്കായപ്പോ പെഞ്ഞായ ആള് അതേ ഉസ്മാൻ അതേ പെഞ്ഞായല്ല ഖാദിമത്തായ ഒരു പെണ്ണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു ഗ്ലാസ് തന്നി കൊമന്ന് കൊടുന്നപ്പോ നക്കിണ്ട് തന്നി വേണ്ട, നാനിണ്ട് നോമ്പുകാരനാണ്. ഇന്നലെ സുബഹിക്ക് തുടങ്ങിയ നോമ്പ് പിറ്റാണ്ട് സുബഹിക്കും കണ്ടിന്യൂ ആയി പോയിട്ട് മുഅ്മിനീങ്ങളെ അങ്ങനെ മഗ്രിബ് അവിടെ മുന്നലു ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഔത്ത് കേട്ടാ കാക്കി അക്രമീങ്ങ മഹാന്റെ തല വന്നു പാറുപാടിട്ടാറ് മഹാന ഷഹീദായി കിടന്നിട്ട് മുഅ്മിനീങ്ങളെ ഉസ്മാനും ഫിൽ ജന്ന ചൊല്ലുമ്പോ ഉസ്മാൻ ഷഹീദ് അവിടെ ചൊല്ല വാർത്തയും ഉമർ ഇബ്നുൽ ഖത്താബ് ഷഹീദ് അവിടെ ചൊല്ല വാർത്തയും ഉസ്മാനും ഉമറും അതേ ഹയാത്തിൽ ഇക്കടെ കാലത്തില് നബിതങ്ങളെ ചൊന്നു കൊടുത്തൊരു മുഅ്മിനീങ്ങളെ രഹസ്യജ്ഞാനങ്ങ ഗൊന്താവിടോ അള്ളാഹു അറിയിച്ചു കൊടുത്തോ ഗൊന്താവിടൂ. നബിതങ്ങൾ അതിൽ ഏറ്റവും വലിയ മഹാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അശ്റാത്തുസ്സാഅ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ സ്വഹാബത്തുക്ക് പടിപാടി കൊടുത്തോണ്ടിന്നേ. 1400 വർഷം പിന്നെ പണ്ടേ കള്ള് കുടിക്കുന്നത് യാറാവിടതും വ്യഭിചാരം യാറാവിടതും മുനാഫിഖീങ്ങ യാറാവിടതും സുബ്ഹാനല്ലാഹ് ഇൽമു ഉയർത്തപ്പെട്ടു പോണ്ടതും അതേ എല്ലാ മോത്തും അരാജകതകൾ നിറഞ്ഞു നിൽക്കുന്നതും ഭ്രഷ്ടാചാരങ്ങൾ യാറാവിടതും ഇസ്ലാമുടെ അതേ പവറുക കൊരടിയായി പോണ്ടതും
നബി തങ്ങൾ സ്വഹാബത്തിന് മുന്നിൽ പടിപാടി കൊടുത്തു. എന്തേ കാരണ നബി തങ്ങൾ അതിന്റെ ബഗ്ഗിയുള്ള ജ്ഞാനം പടച്ചറപ്പ് കൊടുത്ത അങ്ങനെ വിശ്വസിക്കുന്ന ആൽമാരാണ് മുഅ്മിനീങ്ങളെ. ആ നബി തങ്ങളൊന്ന് സ്നേഹിക്കുക, ആ നബി തങ്ങളെ ഒന്ന് മുറുകെ പിടിക്കുക, സ്വഹാബത്ത് നടന്ന തിരലൊന്ന് നടക്കുക. പടച്ചറബിനോ തൗഫീഖ് തരട്ടെ. സ്വഹാബത്തിലതേ എത്ര ആൽമാരാണ് നബി തങ്ങളെ പലപ്പോഴും ഓർത്തു തിന്നകും കുടിക്കുകയും വിട്ടുപോയ ആൽമാർ. അതിൽ പ്രധാനിയല്ലേ മുഅ്മിനീങ്ങളെ. ഈ സംഭവം ചെന്ന് പലക്കം നിപ്പാട്ട മഹാനായ സൗബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമയാണ്. ആ സൗബാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത സ്നേഹിക്കുന്ന ആളാണ്. നബി തങ്ങളെ പൊട്ടു നിൽക്കുക സാധിക്കാത്ത ആളാണ്. ഒരു നാൾ നബി തങ്ങളെ മുന്നിൽ ആ മഹാൻ ബന്ധ്, ആ മഹാന്റെ മുഖം സമ്പൂർണമായി ചേഞ്ചായിട്. നബി തങ്ങൾ അയാളെ മുഖത്ത് കൊന്നു നോക്കിയിട്ട്, അയാളെ തടിക്കൊന്നു നോക്കിയിട്ട്, വല്ലാത്ത മെലിഞ്ഞു പോയ തടി, വല്ലാത്ത മെലിഞ്ഞു പോയ മുഖ. ഈ മുഖവും കണ്ടിട്ട് നബി തങ്ങൾ കേട്ടിട്ട് സൗബാൻ എന്തെങ്കിലും രോഗമുണ്ട് സൗബാനെ, തടിക്ക് എന്തെങ്കിലും തീറാണ്ട് ഉണ്ട് സൗബാനെ. അപ്പോഴാണ് സൗബാൻ റളിയല്ലാഹു അൻഹു ചൊല്ലെ, യാ റസൂലല്ലാഹ് മാ ബി വജഉൻ ഗൈറ അന്നി ഇദാ ലം അറക ഇസ്തഖ്തു ഇലൈക വസ്തവഹസ്തു വഹ്ശതൻ ശദീദാ. നബിയേ, നണ്ട തടിലൊരു സീക്കുമില്ല നബിയേ, ഒരു നമ്പലവുമില്ല നബിയേ, പക്ഷേ ഒരു കുറവ് നക്കുണ്ട് നബിയേ. തങ്ങളെ വിട്ടു നിൽക്കുകാവാത്തൊരു കുറവാണ്. തങ്ങളെ വല്ലാത്ത ആഗ്രഹിക്കട കൽബാണ് നന്റെ കൽബ്. നാൻ ഒരു വേള ഈ മദീനത്തെ പള്ളി വിട്ടുപോയാണ്ട് കണ്ടെങ്കിൽ നാൻ പോണ്ടവിടെല്ലാം നക്ക് ഏകാന്തത ഞാൻ അനുഭവപ്പെടേ നബിയെ. എനക്ക് വിട്ടു നിൽക്കുക തീരില്ല നബിയെ. അതുകൊണ്ട് പിന്നെയും പിന്നെയും നബി തങ്ങളെ കാണുകനാണ് പണ്ടേ. ഇങ്ങനെ നാണ് കാണുക പറയുമ്പോ ഒർക്ക നാണ് ആലോചനാക്കി പോയ നണ്ട ആഖിറത്തെ അവസ്ഥ. ഫഖിഫ്തു അല്ലാ റാക ഹുനാക് നബിയെ വാന ഫീ ദറജത്തിൽ ലബീദ്. അടിമങ്ങ നിക്കടെ തട്ടിലല്ലേ നാണിക്കോണായത്, നബിമാർ നിക്കടെ തട്ടിലല്ലേ തങ്ങളിക്കടെ. ഫലാറാക് എങ്കിൽ അവിടെ തങ്ങളെ കാണുള്ള ഭാഗ്യമില്ലല്ലോ നബിയേ. വൈന്നനലം അദ്ഖുലിൽ ജന്ന, ഇനി ഒരു വേള സ്വർഗത്തുക്ക് നാണ് കടന്നില്ലെങ്കിലാ വൈനൈദിൻ ലാ റാക അബദാ, ഒരു കാലത്തും തങ്ങളെ കാണാത്തൊരവസ്ഥ ഈ സൗഭാഗ്യ വന്നു പോവല്ല നബിയേ. ഈ സംഭവം വല്ലാത്ത ബേജാറിലും സൗബാൻ നബി തങ്ങളെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോ അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആന്റെ ആയത്ത് നബി തങ്ങൾ ഓതി കൊടുക്കൂടെ. അല്ലാഹുവിന്റെ റസൂലിനെയും വേണ്ടതുപോലെ അനുസരിച്ചങ്ങ അല്ലാഹ് അനുഗ്രഹിച്ചങ്ങളെ കൂട്ടത്തിലാണങ്ങ. പടച്ച റബ്ബേ, ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ പെടുത്തുന്നു റഹ്മാനെ. സാലിഹീങ്ങളെ ബഹുമാനിച്ചങ്ങളെ കൂട്ടത്തിൽ പെടുത്തുന്നു അല്ലാ. സ്വഹാബത്തുകളെ ബഹുമാനിച്ചങ്ങളെ കൂട്ടത്തിൽ പെടുത്തുന്നു അല്ലാ. സാലിഹീങ്ങ പടിപ്പാട്ടി തന്നതുപോലെയാണ് ജീവിതത്തിൽ എത്ര ശ്രമം വെച്ചിട്ട് ഞങ്ങൾ നടക്കുക നോക്കിയോണ്ടുള്ളേ. അതുപോലെയാണ് ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളേ. ഞങ്ങൾ ഇവിടെ കണ്ടങ്ങല്ല, സ്വഹാബത്തിനെ കണ്ടങ്ങല്ല, താബീങ്ങളെ കണ്ടങ്ങല്ല. പക്ഷേ അങ്ങളെ കണ്ടങ്ങ അയിമ്മത്തങ്ങ സ്വാലിഹീങ്ങ ആലിമീങ്ങളെ കണ്ടങ്ങ പടിപ്പാട്ടി തന്നത് ഞങ്ങൾ വിശ്വസിച്ച അല്ലാ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം അല്ലാ. ഉടക്കിടക്കിട വലിയ മദതും സഹായവും ഇനായത്തും കറാമത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരണു അല്ലാ. ചൊല്ലുതരാണ്ട് യാറ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുള്ള ഭാഗ്യം നമുക്ക് നീ തരണു അല്ലാ. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. شكرا جزاكم الله خيرا الجزاء.
പോയിക്കോ